ഇതല്ല. ഇത് ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തേത്, നമുക്ക് കിട്ടുന്ന പലതും ഡിഗ്രി റാങ്ക് ഫയലുകളാണ്. അപ്പം അങ്ങനെയുള്ള ഫയലുകളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അത് കെ എസിന്റെ റിക്വയർമെന്റിലേക്ക് എത്തുന്നില്ല. കെ എസിന്റെ റിക്വയർമെന്റ് എന്ന് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പോലും അത് ഒരു മാച്ച് ആവാത്ത ഒരു രീതിയിലേക്കാണ് അത് നിൽക്കുന്നത്. അപ്പം കെ എസിന് കുറെ കൂടെ ഒരു അനാലിറ്റിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്തത് കേരള ജോഗ്രഫി. ഈ ഒരു ചോദ്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കുകയാണ്, ഇത് കേരള ജോഗ്രഫിയിൽ നിന്ന് കെ എസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല എന്ന് പറയും. പിന്നെ കുറച്ചെങ്കിലും നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ ജോഗ്രഫി അല്ലെങ്കിൽ ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ കെ എസ് എക്സാമിനേഷന് ചോദിച്ചത് ഇത് രണ്ടും മാത്രമാണ്. അതും കുറെ കൂടെ നമ്മൾ കറക്റ്റായിട്ട് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എക്കണോമിയാണ്. കാരണം അവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോപ്പുലേഷൻ എന്ന് പറയുന്നത് GS പേപ്പർ 3 മെയിൻസ് എക്സാമിനേഷനിലെ GS പേപ്പർ 3 വരുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം കെ എസിന് കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മെയിൻസ് എക്സാമിനേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് രണ്ട് എക്സാമിനേഷനും, അതായത് ആദ്യം നടന്ന എക്സാമിനും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നടന്ന HSSTയുടെ എക്സാമും, ഈ രണ്ട് എക്സാമിനേഷനും മെയിൻസിൽ ഒറ്റ ചോദ്യം പോലും കേരള ജോഗ്രഫിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു ഇഷ്യൂ കൂടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ GS പേപ്പർ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹിസ്റ്ററിയുടെ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഏകദേശം 50% ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേരള ഹിസ്റ്ററി, കേരള കൾച്ചർ ഈ ഏരിയയിൽ നിന്നാണ്. എന്നാൽ ആ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് ഈ കേരള ജോഗ്രഫിക്ക് വന്നിട്ടില്ല എന്നതൊരു ചോദ്യം തന്നെയാണ്. അത് കേരള എക്കണോമിക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ അടുത്ത KS എക്സാമിനേഷൻ അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് November 1 നമുക്ക് നോട്ടിഫിക്കേഷൻ വരും എന്നതിൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോഴും അതിന്റെ പേരിൽ എന്താ പറയുക, ഡിബേറ്റും ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. ബട്ട് ഇനി നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പം ഈ പറയുന്ന കേരള ജോഗ്രഫിക്ക് വരുന്ന എക്സാമിനേഷനിൽ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻസ് കൂടും, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയയിൽ നിന്ന് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും എന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പം ഏത് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും കേരള ജോഗ്രഫിക്ക് ചോദിക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഏത് രീതിയിലായിരിക്കും നമ്മൾ കേരള ജോഗ്രഫിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവേണ്ടത് എന്ന് നമുക്കറിയണം. അപ്പം ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ജോഗ്രഫി ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അതും HSSTയുടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് രണ്ടാമത് നടന്ന മീൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇതൊന്നും നമ്മൾ ഓഫ്കോഴ്സ് പല സമയത്തും കേട്ട് പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ വേണ്ട പ്രാധാന്യത്തോട് കൂടിയിട്ട് എന്താണ് എന്ന് കരുതി പഠിക്കാത്ത കുറച്ച് ഏരിയ ആണ് ഇത്. ഫോർ എക്സാമ്പിൾ ബാരി സെന്റർ, സ്ലം ബ്ലോക്സ്, അതുപോലെ തന്നെ എന്താ പറയുക, സബ്ടെറീൻ കട്ട് ഓഫ്, ഇങ്ങനത്തെ ചില ഏരിയാസ് ഒന്നും നമ്മൾ ജോഗ്രഫിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാത്തതായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പിക്ക് ചെയ്തിട്ടാണ് KS എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈവൻ ഈ ആസ്പിറൻസിന്റെ അടുത്ത് ചോദിച്ചാൽ പോലും അവർക്കും ആസച്ച് ഇതിന്റെ ഉത്തരം അറിയണം എന്നില്ല. ഓക്കെ, അവരുടെ ഓപ്ഷനിൽ ജോഗ്രഫി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു UPSC ആസ്പിറന്റിന് പോലും ഉത്തരങ്ങൾ എഴുതാൻ പറ്റാത്ത രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മുടെ അവസാനം കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷന്റെ മെയിൻസ് പേപ്പർ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയും ജോഗ്രഫി കുറെ കൂടെ ടെക്നിക്കലായിട്ട് കുറെ കൂടെ ടഫായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതേ ഒരു പാറ്റേൺ ആണ് ചോദിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറെ കൂടെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ കേരളത്തിന്റെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എംഫസിസ് ചെയ്ത് കൊടുത്തുകൊണ്ടായിരിക്കും ചോദ്യങ്ങൾ വരിക എന്നതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യാം. ദെൻ പ്രിലിംസ് എക്സാമിനേഷനിൽ വരുന്ന സമയത്ത് കേരള ജോഗ്രഫിയിൽ നിന്ന് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് പ്രിലിംസ് എക്സാമിനേഷൻ ഒരു ചോദ്യം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ നേച്ചർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഉത്തരം കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഞാൻ കംപ്ലീറ്റ്ലി എളുപ്പമെന്ന് പറയില്ല, അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്, ബട്ട് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നമ്മുടെ കേരളത്തിലെ 2018 ആ ഒരു ഫ്ലഡിന്റെ സമയത്ത് ഓരോ സമയത്തും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഫ്ലഡ് ഉണ്ടാവുന്നു, എന്തുകൊണ്ടാണ് ഫ്ലഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തുകൊണ്ട് കോസ്റ്റൽ ഏരിയകളിലേക്കൊക്കെ വെള്ളം കയറി വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി വന്നുകൊണ്ടിരുന്ന ആ ഒരു വാർത്ത ശ്രദ്ധിച്ച ഒരാൾക്ക് ഈ പറയുന്ന ഓരോന്നും അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, സോ അങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ആയിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം, ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു പറയുന്ന ജോഗ്രഫിയിൽ നിന്നുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന്റെ എത്രത്തോളം അനാലിറ്റിക്കലാണ് ഈ ഒരു ചോദ്യം എന്ന് നോക്കുക. കാരണം ഓരോന്നും ആ സമയത്തെ ഫ്ലഡിന്റെ കാര്യങ്ങളെ എടുത്ത് ചോദിച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്.
ഒന്നാമത്തത് എന്തുകൊണ്ടാണ് ഫ്ലഡിന്റെ വാട്ടർ സീയിലേക്ക് ഒഴുകി പോകാത്തത്. രണ്ടാമത്തത് ഈ പറയുന്ന ടൈഡ് ഉണ്ടാകുന്ന സമയത്ത് സീയിലുള്ള വാട്ടർ എങ്ങനെയാണ് കേരളത്തിന്റെ ഇൻലാൻഡ് ഏരിയയിലേക്ക് കയറി വന്നിട്ട് അതെങ്ങനെയാണ് ഫ്ലഡിന് എന്ത് ചെയ്യുന്നത്, ആക്സിലറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് കൂട്ടുന്നത്. ഈ രീതിയിൽ പക്ക അനാലിറ്റിക് ആയിട്ടുള്ള ചോദ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾസോ സിമ്പിൾ. എങ്ങനെ ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ടഫ് ആയിട്ടായിരിക്കും ഈ ഒരു ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് വരുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ. ദെൻ അടുത്തത് HSST-യുടെ പ്രിലിംസ് എക്സാമിനേഷനിൽ വന്ന സമയത്ത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് കുറച്ചുകൂടെ ഒന്ന് സിഗ്നിഫിക്കൻസ് കൂടി 2 ചോദ്യം ചോദിച്ചു. ആദ്യത്തെ എക്സാമിനേഷനിൽ 1 ചോദ്യം മാത്രമായിരുന്നു ചോദിച്ചത്. രണ്ടാമത്തേൽ എത്തിയപ്പോൾ 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കമ്പാരിറ്റീവ്ലി എന്താ പറയാം ചോദിച്ചു, ഐ മീൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതായത് കേരളത്തിന്റെ ക്ലൈമറ്റ്, അതേപോലെ തന്നെ എന്താ പറയുന്നത് കേരളത്തിന്റെ അഗ്രികൾച്ചർ പാറ്റേൺ. ഓക്കെ, ഇവിടെ 2 കാര്യങ്ങൾ നോക്കുക. ആദ്യത്തെ ചോദ്യം വരുന്നത് ക്ലൈമറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. രണ്ടാമത്തത് അഗ്രികൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് മുമ്പത്തെ ചോദ്യം എന്ന് പറയുന്നതും കുറെ കൂടെ നമുക്ക് ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആണ് എന്ന് പറയാം. ഓക്കെ, ഡിസാസ്റ്റർ അതുപോലെ തന്നെ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈഡിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പെരിഗിയൻ സ്പ്രിംഗ് ടൈഡ് കാരണമാണെന്നുള്ളത്. കാരണം ഈ പറയുന്ന 2018 ടൈഡ് വന്ന സമയത്ത് എന്ത് ചെയ്തു, ഓഷ്യനിലുള്ള വാട്ടറും കൂടെ നമ്മുടെ ഇൻലാൻഡ് ഏരിയയിലേക്ക് കടന്നു. അതോടുകൂടി എന്ത് ചെയ്തു, മഴ പെയ്ത് വരുന്ന വെള്ളത്തിന് പോകാനും പറ്റിയില്ല. ഓഷ്യൻ ലെവലിലുള്ള വാട്ടർ ഇൻലാൻഡിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു ഫ്ലഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അതവിടെ ഇരിക്കട്ടെ, നമ്മൾ ഡിസ്കസ് ചെയ്യും, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇതിന്റെ സിലബസ് ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തു എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിലബസ്. ഓക്കെ, അപ്പം ഈ പറയുന്ന KS എക്സാമിനേഷന്റെ സിലബസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ ചോദിച്ച് ഐ മീൻ ജസ്റ്റ് പറഞ്ഞു പോയിരിക്കുന്നത് ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് വേൾഡ്, ഇന്ത്യ, കേരള. അതായത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എങ്ങനെ പഠിക്കുന്നോ അതേ ഒരു പെർസ്പെക്റ്റീവിൽ കേരള ഹിസ്റ്ററിയും കൂടെ പഠിക്കണം. ഇതാണ് KSന്റെ കേരള ജോഗ്രഫി അല്ലെങ്കിൽ കേരള ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നിട്ടുള്ള ഒരേ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യ ജോഗ്രഫിയുടെ അത്രത്തോളം ഡെപ്തിലേക്ക് പോയിട്ട് പഠിക്കണോ, അതല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ എന്നത് നമുക്ക് ക്ലിയർ ആവുന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഗ്രിയുടെ സിലബസിലേക്ക് വരുന്നത്. ഇത് ഡിഗ്രി മെയിൻസിന്റെ സിലബസ് ആണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഫിസിയോഗ്രഫി, ഡെഫിനറ്റ്ലി കേരളത്തിന്റെ ഭൂപ്രകൃതി കാര്യങ്ങൾ പഠിക്കണം. ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവർ, ക്ലൈമറ്റ്. അപ്പൊ നമ്മൾ ക്ലൈമറ്റിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് നമ്മൾ കണ്ടു. പിന്നെ നാച്ചുറൽ വെജിറ്റേഷൻ വരുന്നുണ്ട്, വൈൽഡ് ലൈഫ് വരുന്നുണ്ട്, അഗ്രികൾച്ചർ. ഇവിടെ നിന്ന് ഇതിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ പറയാണ്. അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ ഡെഫിനറ്റ്ലി നമ്മൾ അത് കവർ ചെയ്യാൻ നോക്കും. എന്നാലും ഇനി അഥവാ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ മേജർ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സെന്റേഴ്സ് ഏതൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതായത് അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പുതിയ ഇനം വിത്തനങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയ അഗ്രികൾച്ചറൽ മെത്തേഡ്സ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ നോക്കണം. നോട്ട്സ് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം ഇങ്ങനത്തെ എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ജനറലി ക്ലാസ്സുകളിൽ കവർ ചെയ്യാത്ത പോയിന്റ്. അപ്പം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ കവർ ചെയ്യും. എന്നിരുന്നാൽ പോലും ഞാൻ ജസ്റ്റ് പറയണം, അഥവാ അവിടെ കവർ ചെയ്യാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് കവർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജി, അതും DRDOയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് വിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിഫൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഏതൊക്കെ, ഇത്രത്തോളം സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് സെന്റേഴ്സ് ഏതൊക്കെയാണ്, അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈ റീഡിംഗ് വെറൈറ്റി സീഡുകൾ എന്തൊക്കെയാണ്, ഏതെങ്കിലും പുതിയ ടൈപ്പ് വളം, അതായത് ജൈവവളം ആയിക്കോട്ടെ അല്ലെങ്കിൽ രാസവളം ആയിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ പുതിയ അഗ്രികൾച്ചറൽ ടെക്നോളജി. സോ ഇതിൽ നമ്മൾ ഡെഫിനറ്റ്ലി ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ട് അതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് വരാം ബാക്കി സീരീസിലേക്ക് വരുന്ന സമയത്ത്, ബാക്കി സിലബസിലേക്ക് വരുന്ന സമയത്ത് മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, എനർജി സോഴ്സസ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് വരുന്നുണ്ട്. അപ്പം കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന വേൾഡ് ആൻഡ് ഇന്ത്യ ജോഗ്രഫി നമ്മൾ പഠിക്കുന്ന അതേ രീതിയിൽ നമ്മൾ എന്ത് പഠിക്കണം, ഈ പറയുന്ന കേരളയുടെ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇതാണ് നമുക്ക് ജനറൽ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും ഈ രീതിയിൽ ഇത്രത്തോളം എന്തായിരിക്കും, ലെവൽഡ് ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അതായത്
അപ്പം കേരള ജോഗ്രഫിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതുവരെ ഒരു ചോദ്യം മെയിൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടില്ല. പ്രിലിംസ് എക്സാമിനേഷന് 2 ചോദ്യം 1 ചോദ്യമൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, നമ്മൾ ഒരു സിലബസിലേക്ക് കടക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കും. ബട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആമുഖമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തത്, നമുക്ക് ഒരുപാട് സമയം, നമ്മൾ KS എക്സാം പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഏത് എക്സാം ആയിക്കോട്ടെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പണമല്ല, സമയമാണ്. അപ്പൊ നിങ്ങൾ ആ കൊടുക്കുന്ന സമയത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് ഒരു 15 മണിക്കൂർ ആയിരിക്കും പ്രൈമറിലി. ഒരു 15 മണിക്കൂറാണ് നമ്മൾ പ്രൈമറിലി എന്ത് ചെയ്തിട്ടുള്ളത്, കേരള ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ 15 മണിക്കൂറിൽ ഞങ്ങൾ പോയിട്ട് നിങ്ങളെ വീണ്ടും ഈ പറയുന്ന റാങ്ക് ഫയലിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ഈ അഡ്വാൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ആവും. ഓക്കെ, ഈ 15 മണിക്കൂറിൽ കൂടുതലായിക്കൊണ്ട് സമയം എടുത്തിട്ട് കേരള ജോഗ്രഫി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേർത്ത് അല്ല. ആ ഒരു ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് സമയം അതിന്റെ ബാക്കിൽ മിസ്സാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാലൻസ്ഡ് ആയിട്ട് 15 മണിക്കൂർ സമയത്തേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അതും ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഏരിയ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ റോഡ് ഏതാണ്, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ഏതൊക്കെ ജില്ല ഏതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, കവർ ചെയ്യില്ല. ഓക്കെ, നമ്മുടെ ഇനിയുള്ള സെഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, മോസ്റ്റ് ഓഫ് ദ തിങ്സ് നിങ്ങൾക്ക് എന്തായിരിക്കും, പുതിയതായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ പെർസ്പെക്റ്റീവ് ആയിരിക്കും നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലെവലിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫിയുടെ കാര്യങ്ങൾ, അതായത് ഒരു റാങ്ക് ഫയലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. ഇഫ് പോസിബിൾ നമ്മൾ അത് LSGSന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ക്ലാസ്സിൽ ഈ പറയുന്ന ബേസിക് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഇതൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഹെൽപ്പ് വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ രീതിയിലുള്ള ഫാക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്യാവശ്യം ബോറിംഗ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പലതും പുതിയ സാധനങ്ങൾ, പുതിയ വാക്ക്, ടെർമിനോളജീസ് ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കോപ്പറേഷൻ കൂടെ വേണം. നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോന്നിനെയും കുറിച്ചിട്ട്, കാരണം നമുക്കറിയാലോ കേരളത്തിന്റെ ഡിഫറെന്റ് ഭാഗത്തു നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോ പ്രദേശത്തു നിന്നുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതും കൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ ഇൻഫർമേഷൻ കുറെ കൂടെ എൻറിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓവറോൾ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, സെഷനിലേക്ക് കിടക്കുന്ന സമയത്ത് ഇതും ഒരു ഇൻട്രോ പാർട്ടായിട്ട് നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, കേരള ജോഗ്രഫിയുടെ. അല്ലെങ്കിൽ കാരണം ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റെപ്പ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, കേരളത്തിന്റെ ഓറിയന്റേഷൻ എവിടെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് അറിയാം എന്നാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 ഡിഗ്രിയാണ് കേരളത്തിന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ലോഞ്ചിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, കേരളത്തിന്റെ ആ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ നോർത്തേൺ ഈ ഒരു ലാറ്റിറ്റ്യൂഡിന്റെ ഡിവിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊരു ഫാക്ച്വൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം KS എക്സാമിനേഷനിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിക്കാം. അവിടെ നിങ്ങൾ ഇത് കൊടുക്കണം. ഓക്കെ, സോ അതായത് 8 ഡിഗ്രി മുതൽ 12 ഡിഗ്രി വരെയാണ് കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു ചോദ്യമാണ്, ഈ ഒരു ഏരിയയിൽ വരുന്ന പ്രദേശത്തെ ക്ലൈമറ്റ് ഏത് ടൈപ്പ് ആയിരിക്കും? ഓക്കെ, ഈ ഒരു പ്രദേശത്ത് വരുന്ന ഏരിയയുടെ ക്ലൈമറ്റ് ഏത് ടൈപ്പ് ആയിരിക്കും? ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഈ ഒരു ഏരിയയിൽ വരുന്ന ക്ലൈമറ്റ് ഏതായിരിക്കും എന്ന്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി മുതൽ 15 ഡിഗ്രി അല്ലെങ്കിൽ 10 ഡിഗ്രി വരെ വരുന്ന നോർത്ത് അല്ലെങ്കിൽ സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ വരുന്ന ക്ലൈമറ്റ് എന്തായിരിക്കും? നിങ്ങൾ ജോഗ്രഫി പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, ഈ ക്ലൈമറ്റ് ഏതായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് ആ ഒരു ഏരിയയിൽ വരാറുള്ളത്? എനിവൺ? നിങ്ങൾ ക്ലൈമറ്റിന്റെ ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ജോഗ്രഫിയിൽ എത്തിയിട്ടില്ലാന്നല്ലേ? ഓക്കെ, ഇറ്റ്സ് ഫൈൻ. സോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയിൽ വരുന്ന നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആണ് അല്ലേ? ഇക്വറ്റോറിയൽ റീജിയൻ ആണ് എന്ത് വരുന്നത്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ഈ ഒരു 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് 10 ഡിഗ്രി അപ്പ് ആൻഡ്
അതായത് നോർത്ത് ആൻഡ് സൗത്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആണ്. ഓക്കെ, ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആണ് ജനറലി ഈ പറയുന്ന ഇക്വറ്ററിന്റെ 0 ഡിഗ്രിയുടെ ഒരു 10 ഡിഗ്രി നോർത്തിലേക്കും 10 ഡിഗ്രി സൗത്തിലേക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു ലൈനിന്റെ പരിധിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമറ്റിന്റെ പരിധിയിലാണ് എന്ത് നിൽക്കുന്നത്, കേരളം നിൽക്കുന്നത്. ഇത് ഒന്നാമത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടർ, കേരളം നിൽക്കുന്നത് അതായത് ഇന്ത്യൻ ഓഷ്യനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതേപോലെയാണ് നിൽക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, ഒരു ഉപദ്വീപീയ പീഠഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എന്താണ്, ഈ പറയുന്ന സീ ബ്രീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലാൻഡ് ബ്രീസ് ഉണ്ടായിരിക്കും. എനിവേ സീ ബ്രീസ് വരുന്ന സമയത്ത് ഈ പറയുന്ന വിൻഡിന് എന്ത് ചെയ്യും, ഓഷ്യനിൽ നിന്ന് കരയിലേക്ക് അടിച്ചു കയറ്റും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് റെയിൻ ബിയറിംഗ് ആയിട്ടുള്ള, അതായത് വെള്ളവുമായിട്ട് വരുന്ന വിൻസ് എന്ത് ചെയ്യും, ഈ പറയുന്ന കേരളത്തിന്റെ മുകളിൽ വന്നിട്ട് ക്ലൗഡ് ഫോർമേഷൻ നടത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, റെയിൻ ഫോം ചെയ്യാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ഒരു ഇക്വറ്റോറിയൽ റീജിയൻ ആണെങ്കിൽ പോലും ഈ പറയുന്ന സീ ബ്രീസിന്റെ ഒക്കെ ഒരു എഫക്റ്റും കൂടെ വരുന്ന സമയത്ത് കേരളത്തിൽ കിട്ടുന്ന റെയിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറെ കൂടെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അത് മാത്രമല്ലാതെ നമുക്കറിയാം ഈ പറയുന്ന ഏരിയയിൽ ഒരു നാച്ചുറലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പണ്ട് ഒരു ഏരിയയിൽ എങ്ങനെയാണ് റെയിൻഫോൾ ഉണ്ടാവുന്നത് എന്നുള്ളത്, അല്ലേ? അതായത് ഒരു മല ഉണ്ടായിരിക്കും, ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വിൻഡ് വരുന്നുണ്ടായിരിക്കും. ആ വിൻഡ് പതുക്കെ എന്ത് ചെയ്യും, റേസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ക്ലൗഡ് ഫോർമേഷൻ നടക്കും. ക്ലൗഡ് എന്ത് ചെയ്യും, പിന്നീട് മഴയായിട്ട് വരും. ഓക്കെ, അത് ഘനീഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മഴയായിട്ട് വരും. അപ്പൊ ഇതേപോലെ ഈ പറയുന്ന ഓഷ്യൻ ഏരിയയിൽ നിന്ന് വരുന്ന വിൻഡിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ ഈ പറയുന്ന ഈസ്റ്റേൺ സൈഡിൽ എന്തുണ്ട്, വെസ്റ്റേൺ ഘട്ട് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മുടെ സറൗണ്ടിങ് സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ കിട്ടുന്ന റെയിൻ്റെ അളവ് വളരെ കൂടുതലാണ്. സോ ഒന്നാമത്തെ ഫാക്ടർ, കേരളത്തിൽ കിട്ടുന്ന റെയിൻ്റെ അളവ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇക്വേറ്റോറിയൽ റീജിയനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സൺഷൈൻ, അതായത് സൺ റേസിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സും അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു കേരളത്തിൽ ഈ പറയുന്ന സ്പൈസസ് ഒക്കെ നന്നായിട്ട് വളരുന്നത്. ഓക്കെ, സ്പൈസസ് നന്നായിട്ട് കേരളത്തിൽ വളരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതും കേരളത്തിൽ വളരെ കൂടുതലായിരുന്നു. സോ ഈ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ പറയുന്ന ഇക്വറ്റോറിയൽ റീജിയനിൽ കിടക്കുന്നതുകൊണ്ട് ധാരാളമായിട്ട് സൺലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു, പിന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് കേരളത്തിന്റെ ക്ലൈമറ്റ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഇസ് മെയിൻലി വെറ്റ് ആണ്. ആ വെറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഷ്യൻ ഏരിയയിൽ നിന്ന് എന്തുണ്ടായിരിക്കും, സീ ബ്രീസ് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സീ ബ്രീസ് ചില സമയത്ത് എന്തായിരിക്കും, റെയിൻ കോസ് ചെയ്യും, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യും, കേരളത്തിന്റെ മെയിൻ ലാൻഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കാരണമാവും. ഓക്കെ, സോ ഈ പറയുന്ന മാതിരി ഒന്നെങ്കിൽ അതെന്തായിരിക്കും, വെറ്റ് ആയിരിക്കും. അത് വെറ്റ് എന്നുള്ളത് ഒന്ന് ഹ്യൂമിഡിറ്റി എന്നുള്ള അർത്ഥത്തിലും, അതേപോലെ തന്നെ ചില സമയത്ത് അത് റെയിൻസ് എന്ത് ചെയ്യും, റെയിൻ കോസ് ചെയ്യും. സോ ഇങ്ങനെ രണ്ട് രീതിയിലും ഈ പറയുന്ന വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിന്റെ എൻറ്റയർ കോസ്റ്റിനെ അല്ലെങ്കിൽ കേരളത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വെറ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് മെരിടൈം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഓക്കെ, ട്രോപ്പിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിന് മുകളിലേക്ക് വരുന്ന ക്ലൈമറ്റിന്, അതായത് ഒരു 23.5 ഡിഗ്രി വരെ വരുന്ന ഈ ഒരു ഏരിയയിലുള്ള ക്ലൈമറ്റിന് നമ്മൾ പൊതുവെ പറയുന്നതാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് 10 ഡിഗ്രി മുതൽ 23.5 വരെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിന്റെ ഒരു നോർത്തേൺ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ഡിവിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന്റെ ഇൻഫ്ലുവൻസും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിനെ മൺസൂൺ ക്ലൈമറ്റും എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. നിങ്ങൾ മൺസൂണിനെ പറ്റിയിട്ടും അതിന്റെ ഫോർമേഷനെ കുറിച്ചിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ജോഗ്രഫിയുടെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി കേരളം എന്ന് പറയുന്നത് മൺസൂൺ വിൻഡിന്റെ ഇൻഫ്ലുവൻസിലാണ് എന്നും കൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇത്രയൊരു ജോഗ്രഫിക്കൽ പൊസിഷൻസ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഓഷ്യൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ കേരളത്തിന്റെ ക്ലൈമറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരുപക്ഷെ മെയിൻസ് എക്സാമിനേഷന് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ഇത്രയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. ഓക്കെ, ഇതിനടുത്തത് കേരള എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ കൺസിഡർഡ് ആസ് എ ഗേറ്റ് വേ ടു ദി മൺസൂൺ. കാരണം കേരളത്തിലായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് മൺസൂൺ എത്തുന്നത്. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ ആദ്യമായിട്ട് മൺസൂൺ റീച്ച് ചെയ്യുന്നത് കേരളത്തിലാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നില്ലേ? ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് ഞാൻ പറയുന്ന കാര്യത്തിൽ ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ് ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ.
അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് ക്ലൈമറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ധാരാളം മഴയും അതുപോലെ തന്നെ സൺലൈറ്റും ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നന്നായിട്ട് സ്പൈസസ്, നന്നായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വന്നത് കൊണ്ട് തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ കേരളത്തിലേക്ക് ഒരുപാട് ഫോറിൻ ട്രേഡേഴ്സ് വരുന്നത്. ചൈനീസ് വരുന്നുണ്ട്, അറബ്സ് വരുന്നുണ്ട്, യവനാസ് വരുന്നുണ്ട്, അതായത് ഗ്രീക്കിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്, യൂറോപ്യൻസ് വരുന്നുണ്ട്. അത് പിന്നീട് കോളനൈസേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി കേരളത്തിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിന്റെ കൾച്ചറലും ഹിസ്റ്റോറിക്കലും സോഷ്യലും എക്കണോമിക്കലും അതുപോലെ തന്നെ എൻവയോൺമെന്റലുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ആദ്യകാലങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് ട്രേഡ് നടന്നിട്ടുള്ള ഒരു സ്പൈസ് ആയിരുന്നു ഈ പറയുന്ന ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ GS പേപ്പർ 1 മെയിൻസ് എക്സാമിനേഷന്റെ GS പേപ്പർ 1 നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഡൊമസ്റ്റിക് ആർക്കിടെക്ചറിന് കേരളത്തിന്റെ ക്ലൈമറ്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, സോ ഇത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ട്, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ലൈഫിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ലൈഫിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഹസാർഡ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ക്ലൈമറ്റ് സോഷ്യൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കൾച്ചറൽ ലൈഫിൽ അത് ചെലുത്തുന്ന സ്വാധീനം, ഇമ്പാക്ട് എന്തൊക്കെയാണ്, എക്കണോമിക് ലൈഫിലേക്ക് അത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുക്കുന്നത്, നാച്ചുറൽ ഹസാർഡ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, മെയിൻസ് എക്സാമിനേഷനിൽ എക്സ്പെക്ട് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് കേരള ക്ലൈമറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫിയാണ്. ഇവിടെ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, കേരളത്തിന്റെ ഫിസിക്കൽ ജോഗ്രഫി കേരളത്തിന്റെ ക്ലൈമറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്തുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു റോൾ എന്ത് ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി കേരളത്തിന്റെ ഒരു ഓവറോൾ ഡിവിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്. ഈ കേരളത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയ വരുന്നുണ്ട്, മിഡ്ലാൻഡ് വരുന്നുണ്ട്, ഹൈലാൻഡ് വരുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആസറ്റ്സ്, വേറെ ഫിഗേഴ്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ തന്നിരിക്കുന്നത് ലോ ലാൻഡ് എന്ന് പറയുന്നത് 7.5 മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 7.5 മീറ്റർ ഓർ ലെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഈ ഒരു ഇമേജിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് നമുക്ക് ഒതന്റിക് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യം നമ്മൾ പറയുമ്പോൾ അതെന്തായിരിക്കണം, ഒതന്റിക് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഡാറ്റ തന്നെ എടുക്കാം. അപ്പൊ ഗവൺമെന്റിന്റെ PWD, ഓക്കെ, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർ നൽകുന്ന ഡാറ്റ എന്ന് പറയുന്നത് ലോ ലാൻഡ് എന്ന് പറയുന്നത് 8 മീറ്റർ അല്ലെങ്കിൽ അതിന് താഴെ എന്നാണ്. ലോ ലാൻഡ് എന്ന് പറയുന്നത് 8 മീറ്റർ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏരിയയാണ് PWD എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലോ ലാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ള ജിയോളജിസ്റ്റുകളൊക്കെ എന്താ പറയുന്നത്, ഈ രീതിയിൽ 7.5 മീറ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മെയിൻസ് എക്സാമിനേഷനിലൊക്കെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക PWDയുടെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ PWD അല്ലെങ്കിൽ ഗവൺമെന്റ് സോഴ്സ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. അപ്പൊ ഡാറ്റ ഏത് സോഴ്സ് നിന്നാണെന്നുള്ളത് നിങ്ങൾക്കൊരു വാല്യൂ അഡീഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് മിഡ്ലാൻഡിലേക്ക് വരുന്ന സമയത്ത് 8 മീറ്റർ മുതൽ 80 മീറ്റർ വരെയാണ് എന്തെന്ന് പറയുന്നത്, മിഡ് ലാൻഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 80 മീറ്റർ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിന് ഹൈ ലാൻഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന ബ്രഹ്മഗിരി. അതായത് കേരളത്തിലെ മേജർ ആയിട്ടുള്ള മൗണ്ടെയിൻസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ വാലീസ്, അതേപോലെ തന്നെ പാസുകൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC എക്സാമിനേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഓരോ പാസുകളെ നോർത്ത് ടു സൗത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് ഒക്കെ ഓർഡറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ മേജർ ആയിട്ടുള്ള എസ്പെഷ്യലി വെസ്റ്റേൺ ഘട്ടിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഹില്ലുകൾ, ഇപ്പൊ ഇവിടെ എന്തുണ്ട്, ബ്രഹ്മഗിരി ഹിൽസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറെ കൂടെ താഴത്തേക്ക് വരുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, നെല്ലിയാമ്പതി ഹിൽസ് വരുന്നുണ്ട്. വീണ്ടും കുറെ കൂടെ താഴത്തേക്ക് വരുന്ന സമയത്ത് കണ്ണൻ ദേവൻ വരുന്നുണ്ട്, കാടുമം ഹിൽസ് വരുന്നുണ്ട്. അറൌണ്ട് ഈ ഒരു ഏരിയയിലായിട്ട് തന്നെ എന്ത് വരുന്നുണ്ട്, ആനമുടി ഹിൽസ് വരുന്നുണ്ട്. ദെൻ പന്തളം ഹിൽസ് വരുന്നുണ്ട്. ദെൻ അടുത്തത് ആശംഭു ഹിൽസ് വരുന്നുണ്ട്. സോ ഇങ്ങനെ മേജർ ആയിട്ടുള്ള ഹിൽസും കാര്യങ്ങളും നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം.
പിന്നെ അതേപോലെ തന്നെ വരുന്ന അടുത്ത ഡിവിഷനാണ് ഇപ്പോൾ ഈ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുന്ന സമയത്ത് ഇന്ത്യയിലെ മൗണ്ടെയിൻ ആയിട്ട് നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളത് ഏതാണ്? ഹിമാലയമാണ്. സോ ഹിമാലയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തുണ്ട്? ഒരു പ്ലാറ്റ്യൂ പറയാറുണ്ട്. അതാണ് ടിബറ്റൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്, അല്ലെ? ടിബറ്റൻ പ്ലാറ്റ്യൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ടിബറ്റൻ പ്ലാറ്റ്യൂ. സോ ഈ ടിബറ്റൻ പ്ലാറ്റ്യൂയിലേക്ക് വരുന്ന സമയത്ത് അത് ഈ മൗണ്ടെയിൻസിന്റെ ഓൺ ടോപ്പിലാണ് വരുന്നത്, അല്ലെ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് റൂഫ് ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു മൗണ്ടെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലെ ഒരു കുന്ന് എന്നുള്ള രീതിയിലായിരിക്കില്ല, ഒരു കയറ്റം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവിടെ എന്തായിരിക്കും? ഒരു പരന്ന പ്ലെയിൻ ഉണ്ടായിരിക്കും, വീണ്ടും എന്തായിരിക്കും? താഴത്തേക്ക് പോകും. അങ്ങനെ ആ ഒരു പരന്ന അല്ലെങ്കിൽ നിരപ്പായ ഒരു ടോപ്പോഗ്രഫിയെ പലപ്പോഴും നമ്മൾ പറയുന്ന പേരാണ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ 3 മേജർ ആയിട്ടുള്ള പ്ലാറ്റ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് വെസ്റ്റേൺ ഘട്ടിനെ വീണ്ടും സ്ട്രക്ചറൽ ഡിവിഷൻ നടത്തുന്ന സമയത്ത് വരുന്ന ഡിവിഷൻസ് ആണ് ഈ പറയുന്ന വയനാട് പ്ലാറ്റ്യൂ വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ആനമുടി പ്ലാറ്റ്യൂ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അനദർ പ്ലാറ്റ്യൂ വരുന്നുണ്ട്. സോ ഇങ്ങനെ ടോട്ടൽ ആയിട്ട് 3 പ്ലാറ്റ്യൂസ്, അതായത് പൊന്മുടി പ്ലാറ്റ്യൂ വരുന്നുണ്ട്. സോ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? 3 പ്ലാറ്റ്യൂ ഡിവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഈ ഓരോ പ്ലാറ്റ്യൂസിനും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസും ഇമ്പോർട്ടൻസും ഒക്കെ വരുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ കാര്യങ്ങളോട് ഓർത്ത് വെക്കാം. പിന്നെ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് മേജർ ആയിട്ടുള്ള പാസസ് ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? താമരശ്ശേരി പാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാലക്കാട് ഗ്യാപ്പിൽ പാലക്കാട് പാസ് വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുന്ന സമയത്ത് ആര്യങ്കാവ് പാസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഈ ഇടുക്കി ജില്ലയിൽ തന്നെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ തേനിയിലേക്ക് ഒരു പാസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ മേജർ ആയിട്ടുള്ള പാസുകൾ ഏതൊക്കെയാണ്? ഇതും കൂടെ ഒന്ന് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ ഇതിന്റെ ഒരു ജോഗ്രഫിക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈസ്റ്റേൺ ഹൈലാൻഡ്, അതായത് കേരളത്തിലെ മലപ്രദേശങ്ങൾ എന്ന് പറയുന്നത് 48%. അതേപോലെ തന്നെ സെൻട്രൽ മിഡ്ലാൻഡ് എന്ന് പറയുന്നത് 42%. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ ഇത് ഡാറ്റ എന്തിനാണ് പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളോട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എടുത്തിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രോ ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്ത്? The central midland constitute 42% of the Kerala geography. അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? The coastal area contributes, or like the coastal area constitute 10% of the Kerala geography, അല്ലെങ്കിൽ കേരളാസ് ലാൻഡ് ഏരിയ എന്ന് നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ അതിന്റെ ലെങ്ത്തും പറയാം. അതായത് ഒരു 560 കിലോമീറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാം? അതിന്റെ ലെങ്ത്തും പറയാം. എനിവേ ഈ പറയുന്ന ഫാക്ട്സ് ആൻഡ് ഡാറ്റാസ് നിങ്ങൾക്ക് ഒരു ഇൻട്രോ ആയിട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു സാധനമാണ്, ഞാൻ ഇവിടെ ഒരു ULT എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ULT. സോ വാട്ട് ഇസ് മീൻ ബൈ ULT? ULT എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ. അതിനെയാണ് നമ്മൾ ULT എന്ന് പറയുന്നത്. അപ്പൊ ഈ KS എക്സാമിനേഷനിൽ വരുന്ന സമയത്ത് PSC എന്ന് പറയുന്നത് ഒരല്പം ട്വിസ്റ്റഡ് ആണ്. അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ സിമ്പിൾ ആയിട്ട് അവർക്ക് എർത്ത് സബ്മിറ്റിനെ കുറിച്ച് ചോദിക്കായിരുന്നു. പക്ഷെ എർത്ത് സബ്മിറ്റിനെ കുറിച്ച് ചോദിക്കാതെ അവർ ചോദിച്ചത് ജോഹാൻബർഗ്സ് സബ്മിറ്റിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം എർത്ത് സബ്മിറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റും. അതിന് പകരം അവർ ചോദിച്ചത് എന്താണ്? ജോഹാൻബർഗ്സ് സബ്മിറ്റിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, സെൻട്രൽ ഈ പറയുന്ന ഏരിയയിൽ നമ്മുടെ ഇടനാട് അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ലാൻഡ്, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ എന്ന് നമ്മൾ പറയുന്നത് സെൻട്രൽ കേരളനെ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ലാൻഡ് ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇത് കൂടാതെ കേരളത്തിന് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷനിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും ക്ലാസ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്? ഒന്ന് ബോറായിട്ട് വരും. കാരണം ഒരുപാട് ഫാക്ച്വൽ ഇൻഫർമേഷനിലേക്കായിരിക്കും ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, ഒരു അനാലിറ്റിക്കൽ ലെവലിലേക്ക് വരുന്ന ഒരു ഫാക്ച്വൽ ഇൻഫർമേഷനിലേക്കായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടെ വേണം. ഓക്കെ, സോ ഒന്നാമതെന്ന് പറയുന്നത് മേജർ ആയിട്ട് 7 രീതിയിലാണ് കേരളത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ മാപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഏതൊക്കെ ഡിവിഷൻ ആണ് എന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ കോസ്റ്റൽ പ്ലെയിൻ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, കോസ്റ്റൽ പ്ലെയിൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി കേട്ടതാണ്. അടുത്തത് ലാറ്ററൈറ്റ് മെസ്സ ആൻഡ് അസോസിയേറ്റഡ് ലാൻഡ് ഫോം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ULT എന്ന് പറയുന്നത്, അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ. ഇതിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻസിന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന രീതിയിൽ ചോദിക്കാം. ഓക്കെ, സോ ഇവിടുത്തെ ഏതൊക്കെ കൾട്ടിവേഷൻസ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന അഗ്രികൾച്ചറിൽ ഉണ്ടാക്കുന്ന സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സിസ്റ്റത്തിനെ എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈനിൽ നടക്കുന്ന മൈനിങ് കേരള ജോഗ്രഫി അല്ലെങ്കിൽ കേരള എക്കണോമിയെ, കേരള കൺസ്ട്രക്ഷനെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു.
ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ വെച്ചിട്ട് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഏരിയ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലാറ്ററൈറ്റിക് മെസ ആൻഡ് അസോസിയേറ്റഡ് ലാൻഡ് ഫോംസ് എന്നാണ്. ദെൻ അടുത്തത് പിന്നെ വരുന്നതാണ് ലോവർ പിഡ്മോൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ പിഡ്മോൺ പ്ലെയിൻസ് എന്താണെന്നൊരു ചോദ്യം വരും. സോ പിഡ്മോൺ പ്ലെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു മൗണ്ടെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പലപ്പോഴും റിവേഴ്സ് എന്ത് ചെയ്യും, ഒറിജിനേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു അലോവിയൽ ഡെപ്പോസിഷൻ എന്നുള്ള രീതിയിൽ ഫോം ചെയ്യുന്ന, എസ്പെഷ്യലി ആ ഒരു മൗണ്ടെയിൻ്റെ ഒരു ഫുഡ് ഹിൽ റീജിയനിൽ ഫോം ചെയ്യുന്ന ഡെപ്പോസിഷണൽ ഫീച്ചർ അല്ലെങ്കിൽ പ്ലെയിൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പിഡ്മോൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ദെൻ എന്ത് വരുന്നുണ്ട്, പാലക്കാട് ഗ്യാപ്പ് സോൺ വരുന്നുണ്ട്. കാരണം ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമറ്റ് ഡിഫറെന്റ് ആണ്, സോയിൽ ഡിഫറെന്റ് ആണ്, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയ, എസ്പെഷ്യലി ഈ പറയുന്ന ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആക്കിയിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. ഓക്കെ, കുറെ കൂടെ എന്താ പറയാ, അതായത് ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ തമിഴ്നാട്ടിലേക്ക് പാസ് ചെയ്ത് വിടുന്നതും നോർത്ത് ഈസ്റ്റ് മൺസൂൺ തമിഴ്നാട്ടിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതും ഈ പറയുന്ന പാലക്കാട് പാസ് അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് കിടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാലക്കാട് പാസ് വരുന്നുണ്ട്. അത് കൂടാതെ ഇവിടുത്തെ സോയിലിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, സോ പാലക്കാട് ഏരിയയിൽ മാത്രം കാണുന്ന നമ്മുടെ സോയിൽ ഏതാന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാലക്കാട് ഏരിയയിൽ മാത്രം നമ്മൾ കാണുന്ന സോയിൽ നമ്മുടെ ഇന്ത്യയിലെ ബാക്കി ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെക്കാൻ പ്ലാറ്റു ഏരിയയിലൊക്കെ കാണുന്ന സോയിലാണ്. സോ അതേപോലത്തെ ഒരു സോയിൽ ടൈപ്പ് നമ്മുടെ പാലക്കാട് ഏരിയയിൽ ലാർജ് സ്കെയിലിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സോയിൽ ഏതാണെന്ന് പറയാമോ? എക്സാക്ട്ലി, ശ്രുതി, ആൻസർ ഇസ് വെരി പെർഫെക്റ്റ്. ബ്ലാക്ക് സോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാലക്കാട് ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, സോ പാലക്കാട് ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഒരു ലാവ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇഗ്നീഷ്യസ് ഒറിജിൻ ഉള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ എന്നുള്ളത്. അത് അവിടെ ഇരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഡിസ്റ്റിങ്ക്ട് ജോഗ്രഫിക്കൽ ഡിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാലക്കാട് ഡിവിഷൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടന് ഒരു നോർത്തേൺ റീജിയനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു സദേൺ റീജിയനും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ വളരെ അനാലിറ്റിക്കൽ ആയിട്ട്, ഇപ്പോൾ UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കും ചിലപ്പോൾ എന്താ പറയുക, അവർക്ക് അറിയാമായിരിക്കും, എന്നാലും ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും, ഓക്കെ, അത് മീറ്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട്? വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും എവിടെയെങ്കിലും വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ, പരസ്പരം എന്താ പറയാ, ലിങ്ക് ആവുന്നുണ്ടോ? യെസ്, എക്സാക്ട്ലി, നീലഗിരിയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്റെ ചോദ്യം, ഈ പറയുന്ന നീലഗിരി പാലക്കാട് ഘട്ടിന് നോർത്ത് ആണോ സൗത്ത് ആണോ? പാലക്കാട് ഘട്ടിന്റെ നോർത്ത് ആണോ അല്ലെങ്കിൽ സൗത്ത് ആണോ നീലഗിരി? യെസ്, എക്സാക്ട്ലി, നോർത്തിലാണ് വരുന്നത്. ഓക്കെ, സോ നോർത്തിലാണ് ഈ പറയുന്ന നീലഗിരി വരുന്നത്. അതുകൊണ്ട് തന്നെ ചില ജോഗ്രഫിയിൽ വരുന്ന സ്കോളേഴ്സ് പറയുന്നത് ഈ പറയുന്ന സൗത്തിലേക്ക് വരുന്ന ഏരിയയെ ആസിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എനിവേ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ നീലഗിരി ഏരിയയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് സദേൺ ഫുഡ് ഹിൽസ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ഡിവിഷൻ വരുന്നത്, നോർത്തേൺ ഫുഡ് ഹില്ല്, സദേൺ ഫുഡ് ഹിൽസ് എന്നുള്ള ഡിവിഷൻ വരുന്നുണ്ട്. അതായത് നോർത്തേൺ വെസ്റ്റേൺ ഘട്ടിന്റെ സ്ലോപ്പ്, സദേൺ വെസ്റ്റേൺ ഘട്ടിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലോപ്പ് വരുന്നുണ്ട്. ഓക്കെ, സോ അതായത് ഈ പറയുന്ന നോർത്തേൺ വെസ്റ്റേൺ ഘട്ട് ഏരിയയുടെ ആ ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഹിൽ റീജിയൻ, അതേപോലെ തന്നെ സദേൺ വെസ്റ്റേൺ ഘട്ടിന്റെ ഈ ഒരു ഫുഡ് ഹിൽ റീജിയൻ, രണ്ടിനെയും നമ്മൾ രണ്ട് സെപ്പറേറ്റ് ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഡിവിഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഇവിടെ ജസ്റ്റ് നിങ്ങൾ നമ്പർ ഇട്ട് വെച്ചത് കണ്ടില്ലേ, ABCD എന്ന്. ഇവിടെ ഒരു ജസ്റ്റ് വരച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പം കാണില്ല. ഇവിടെ A എന്നുണ്ട്, ഇവിടെ B എന്നുള്ള ഡിവിഷൻ വരുന്നുണ്ട്, ഇവിടെ C എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിനെ നമ്മൾ ഡിഫറെന്റ് ബ്ലോക്കുകൾ, എസ്പെഷ്യലി പ്ലാറ്റ്യൂ ബേസ് ചെയ്തിട്ട് 3 ഡിവിഷൻസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന 3 ഡിവിഷൻസ് ആണ്. ഒന്ന് ഈ പറയുന്ന വയനാട് ബ്ലോക്ക്, രണ്ടാമത്തത് ആനമലൈ ബ്ലോക്ക്, മൂന്നാമത്തതാണ് പൊന്മുടി ബ്ലോക്ക്. ഈ പറയുന്ന പൊന്മുടി ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ 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 സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് UPSC അല്ലെങ്കിൽ ഈ പറയുന്ന KSന്റെ ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അടുത്ത KS എക്സാമിനേഷന് ഞാൻ ഇടാൻ പോകുന്ന ഒരു ചോദ്യം ഈ പറയുന്ന പൊന്മുടി ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരിക്കും. അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, കാരണം അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന പൊന്മുടി ബ്ലോക്ക്. ഈ പറയുന്ന ഫിസിയോഗ്രഫിക്കൽ ആയിട്ട് നമ്മൾ കേരളത്തിന് അനലൈസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ അടുത്തത് ഈ പറയുന്ന ഒരു എൻഡിയർ, അതായത് പ്ലാറ്റ്യൂ റീജിയൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഈ വെസ്റ്റേൺ ഘട്ടിന്റെ ഈ പറയുന്ന പ്ലാറ്റ്യൂ റീജിയൻസും അതുപോലെ തന്നെ വെസ്റ്റേൺ ഘട്ട് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഏരിയ.
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന 3 പ്ലാറ്റ്യൂ റീജിയൻസ് പ്ലസ് ഇവിടെയൊക്കെ വരുന്ന ഹിൽ ഏരിയാസ്, ഇങ്ങനെ 7 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ കേരളത്തിന് എന്ത് ചെയ്യുന്നത്, പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, ഇതും കൂടെ ജസ്റ്റ് ഒരു ഇൻഫർമേഷനിലേക്ക് എന്ത് ചെയ്യുക വെക്കുക, എവിടെയൊക്കെയാണ് ഇതിന്റെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ മേജർ ആയിട്ടുള്ള നമ്മൾ ആദ്യത്തെ ഡിവിഷൻ പ്രകാരമായിരിക്കും ഇനി നമ്മൾ പോകുന്നത്, അതായത് മലനാട്, ഇടനാട്, കോസ്റ്റൽ ഏരിയ എന്നുള്ള രീതിയിലേക്കായിരിക്കും വരുന്നത്. അപ്പം ജനറലി നമുക്ക് കേരളത്തിൽ നിന്ന് ഫിസിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് റിലീഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കേരള ഇസ് അസിമെട്രിക്, എക്സ്പ്ലെയിൻ. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം, ലാൻഡ് ഫോംസ് ഇൻ കേരള ആർ പോളിസൈക്ലിക്. ഓക്കെ, നേരത്തെ ഞാൻ നിങ്ങൾക്കൊരു ജോഗ്രഫിയിൽ നിന്ന് പൊതുവെ എങ്ങനെയാണ് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്, KS ന് PSC എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും, എന്നാൽ എന്താ പറയാം, അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് കുറെ കൂടെ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ചോദ്യങ്ങൾ വരുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് റിലീഫ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഒരു അസിമെട്രിക് ആണ് എന്നുള്ളതും കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട. ജനറൽ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ലാൻഡ് ഫോംസ് ഇൻ കേരള ആർ പോളിസൈക്ലിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും ചോദ്യം സെയിം തന്നെയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക ഏജൻസിന്റെ ആക്ടിങ്ങിലൂടെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കേരളത്തിന്റെ ലാൻഡ് ഫോംസ് എന്ത് ചെയ്തിട്ടുള്ളത്, രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഈ പറയുന്ന രണ്ടാമത്തെ ചോദ്യത്തിന്റെ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന കേരള ജോഗ്രഫിന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്ന് മാത്രം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഈ പറയുന്ന റിലീഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്ട്രീംലി എന്താ പറയുക അസിമെട്രിക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ആലപ്പുഴ അല്ലെങ്കിൽ കുട്ടനാട്, ഇവിടെ കുറച്ച് ഏരിയ നിങ്ങൾ കണ്ടില്ലേ, ഒരു ആഷ് ഏരിയ ആയിട്ട് വരുന്നത്. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ സീ ലെവലിൽ നിന്നുള്ള ഇതിന്റെ ഒരു ഉയരം എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇത് സീ ലെവലിന് താഴെയാണ്. സീ ലെവലിന് താഴെ കിടക്കുന്ന പ്രദേശമാണ് ഈ പറയുന്ന കുട്ടനാട്ടിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ചില പ്രദേശങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ റൈസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നതും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, അതായത് ഏകദേശം -4 മീറ്ററോളം എന്താ പറയുന്നത് താഴെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഓക്കെ, ഏകദേശം -4 മീറ്റർ സീ ലെവലിൽ നിന്ന് താഴെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. അതായത് ആവറേജ് 2 മീറ്റർ സീ ലെവലിൽ നിന്ന് താഴത്തേക്കാണ് കുട്ടനാട് കിടക്കുന്നത്. ഓക്കെ, സോ അതാണ് കുട്ടനാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ആനമുടി ഹിൽസിലേക്ക് വരുന്ന സമയത്ത് അത് ഏകദേശം എന്താ പറയുന്നത് 2695 മീറ്ററോളം ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പം സീ ലെവലിന് താഴെ കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, ഒരുപാട് ഹൈറ്റിൽ കിടക്കുന്ന, അതായത് ഷോല പ്രദേശങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അത്രത്തോളം ഹൈറ്റിലേക്ക് നിൽക്കുന്ന പ്രദേശങ്ങളും എന്തുണ്ട്, കേരളത്തിലുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് റൈസ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇവിടെ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയിൽ നിന്നിട്ട്, ഈ കോസ്റ്റൽ ഏരിയയിൽ നിന്നിട്ട് ഒരാൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കാം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പം അയാൾ ഓൺ ആൻഡ് ആവറേജ് എത്രത്തോളം മീറ്റർ അല്ലെങ്കിൽ എത്രത്തോളം കിലോമീറ്റർ ആയിരിക്കും അയാൾ കയറി പോകുന്നത്. നമുക്കറിയാം ഈ പറയുന്ന കോസ്റ്റൽ ഏരിയയിൽ നിന്ന് കേരളത്തിന്റെ ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു കയറ്റമാണ്, ഇങ്ങനെ കയറി പോവാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എത്രത്തോളം ആയിരിക്കും അയാളുടെ ഒരു എലിവേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഓരോ 27 ആവറേജ് റൈസ് ഓഫ് ദ റിലീഫ് ഇസ് 27 കിലോമീറ്റർ അല്ല 27 മീറ്റർ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് റൈസിങ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 27 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അതങ്ങനെ കയറി വരുന്നുണ്ട്. ഓക്കെ, ഓരോ കിലോമീറ്ററിലേക്ക് നമ്മൾ പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, 27 മീറ്റർ വെച്ചിട്ട് അത് കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഓരോ കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 1 കിലോമീറ്റർ ഒരാൾ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയയിൽ നിന്നിട്ട് നമ്മുടെ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് 27 മീറ്റർ ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ആൻ ആവറേജ് കൂടുന്നുണ്ട്. പക്ഷേ ഈ ഹൈറ്റ് കൂടുന്നത് യൂണിഫോം അല്ല. അതായത് കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് ഈ പറയുന്ന മിഡ്ലാൻഡ് വരെ വരുന്ന ഹൈറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ പതുക്കെയാണ് കൂടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് സ്റ്റീപ്പാണ്. പിന്നീട് കുത്തനെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈറ്റ് കൂടുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിന് എന്തുണ്ട്, കേരളത്തിന്റെ ജോഗ്രഫിയിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഓരോ ഫാക്ടർ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഓരോന്നും എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പിന്നെ അതൊരു സ്റ്റീപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അതിന്റെ ഒരു ഓവറോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 58% കേരളത്തിന്റെ ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ അതിന് താഴെ കിടക്കുന്ന പ്രദേശങ്ങളാണ്.
ഓക്കെ. ദെൻ ഏകദേശം ഒരു 42ഓളം ശതമാനം ഏരിയ ആണ് വെസ്റ്റേൺ ഘട്ടും അതേപോലെ തന്നെ ഈ ഒരു സ്റ്റീപ്പ് സ്ലോപ്പ്, വെസ്റ്റേൺ ഘട്ടിലേക്കുള്ള ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗങ്ങളായിട്ട് മലനിരകളായിട്ട് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. ദെൻ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വെസ്റ്റേൺ ഘട്ടിൽ വരുന്ന മേജർ ആയിട്ടുള്ള പാസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഓർഡറും കൂടെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഡെഫിനറ്റ്ലി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പാലക്കാട് പാസ് തന്നെയാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് പേരമ്പാടി പാസ് ആണ്. ഓക്കെ. സോ പേരമ്പാടി പാസിന്റെ ലൊക്കേഷൻ ആർക്കെങ്കിലും അറിയാമോ? പേരമ്പാടി പാസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ആരെങ്കിലും ആ ഒരു ഏരിയ എന്നുണ്ടെങ്കിൽ പറയാമോ? പേരമ്പാടി പാസ് ഏത് ലൊക്കേഷനാണ്? ആരെങ്കിലും കേരളത്തിന്റെ നോർത്തേൺ കേരള എന്ന് വരുന്ന ആളുകളുണ്ട്, എസ്പെഷ്യലി എന്താ പറയാ നമ്മുടെ മലബാർ ഏരിയയിൽ നിന്ന്? ഓക്കെ, അറിയില്ലെന്ന് തോന്നുന്നു. എനിവേ, കണ്ണൂർ, കൂർഗ് ആ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്, പേരമ്പാടി പാസ് വരുന്നത്. ഓക്കെ, നമ്മുടെ നോർത്തേൺ കേരളയിലെ എസ്പെഷ്യലി കണ്ണൂർ ഏരിയയിലാണ് എന്ത് വരുന്നത്, പേരമ്പാടി പാസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന മേജർ ആയിട്ടുള്ള പാസ്, അതായത് ഇവിടെ ഈ കോഴിക്കോട് ടു വയനാട് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒരു മേജർ ആയിട്ടുള്ള പാസ്സാണ് ഏതെന്ന് പറയുന്നത്, താമരശ്ശേരി പാസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സൗത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പാലക്കാട് ഗ്യാപ്പ് വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നതാണ് എന്ത്, ബോധി പാസ്. നമ്മുടെ ഈ ഇടുക്കി ഏരിയയിൽ വരുന്ന പാസ്സാണ് ബോധി പാസ്. ദെൻ കമ്പം, അതായത് നമ്മുടെ കേരളത്തിന്റെ തേനിയിലേക്ക്, തമിഴ്നാട്ടിലെ തേനിയിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന കമ്പം പാസ് വരുന്നുണ്ട്. ദെൻ നമ്മൾ നേരത്തെ കണ്ട ആര്യങ്കാവ് പാസ് വരുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു നോർത്ത് ടു സൗത്ത് എന്ത് ചെയ്യാം, ആ ഒരു ഓർഡറും കൂടെ എന്ത് ചെയ്യാം, അതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫിസിയോഗ്രാഫിക്കിലെ ഈസ്റ്റേൺ ഹൈലാൻഡിന്റെ ഈ ഒരു സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഈസ്റ്റേൺ ഹൈലാൻഡ്സിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ് ഈ വെസ്റ്റേൺ ഘട്ടിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇതുവരെ ഈസ്റ്റേൺ ഹൈലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് അവിടെ പോസ് ചെയ്ത് വെക്കാം. ഇനി ജസ്റ്റ് എനിക്കൊന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ആർക്കെങ്കിലും, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ, നമുക്കൊരു ഡിസ്കഷൻ ഫോർമാറ്റിലേക്ക് പോവാം. ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വെസ്റ്റേൺ ഘട്ട് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന്? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ്സിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോവാം. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഇനി അഥവാ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ആർക്കെങ്കിലും അറിയാം, ഐ മീൻ വെസ്റ്റേൺ ഘട്ട് എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി. വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മൗണ്ടെയിൻസ് പഠിക്കുന്നുണ്ടല്ലോ, അതായത് ഫോൾഡ് മൗണ്ടെയിൻസ് പഠിക്കുന്നുണ്ട്, ബ്ലോക്ക് മൗണ്ടെയിൻസ് പഠിക്കുന്നുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട് വരുന്നത്? അതൊരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണോ, അതല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മൗണ്ടെയിൻ ആണോ? എന്താണ് വെസ്റ്റേൺ ഘട്ട്? ഐ മീൻ രണ്ട് ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണോ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് മൗണ്ടെയിൻ ആണോ? ഏതാണ്? ഓക്കെ, ചിപ്പി പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് മൗണ്ടെയിൻ ആണ്. ബാക്കി ഓക്കെ, ആർക്കെങ്കിലും ഫോൾഡ് മൗണ്ടെയിൻ ആണ് എന്ന അഭിപ്രായം ഉണ്ടോ? നമ്മുടെ വെസ്റ്റേൺ ഘട്ട്. യെസ്, ഓക്കെ, ശ്രീറാം പറയുന്നത് ബ്ലോക്ക് മൗണ്ടെയിൻ ആണ്. ഓക്കെ, ശ്രീറാം ബ്ലോക്ക് മൗണ്ടെയിൻ ആണ് എന്നാണോ പറയുന്നത്? ഓക്കെ, ശ്രീറാം പറയുന്നത് ബ്ലോക്ക് മൗണ്ടെയിൻ ആണെന്നാണ്. സോ എനിവേ ലൈക്ക് സോറി, ഫോൾഡ് മൗണ്ടെയിൻ ആണെന്നാണ്. ഓക്കെ, സോ ഏതായാലും നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. സോ ഈ പറയുന്ന മാതിരി ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷനും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിഫറെന്റ് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലെ ഈ പറയുന്ന ഗുജറാത്ത് ഭാഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കത്തിയാവർ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന മഹാരാഷ്ട്രയുടെ ഒരു ഭാഗം മുതൽ നമ്മുടെ കർണാടകയുടെ ഒരു പകുതി വരെയുള്ള ഏരിയനെ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയും. കർണാടകയുടെ ഒരു പകുതി മുതൽ കേരളത്തിന്റെ നമ്മുടെ ഈ ഒരു കന്യാകുമാരി ഈ ഒരു ഏരിയ വരെ വരുന്നതിന് മലബാർ കോസ്റ്റ് എന്ന് പറയും. ദെൻ തമിഴ്നാടിന്റെ ഈ ഒരു കോസ്റ്റിനെ പറയുന്നതാണ് കോറമാണ്ടൽ കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആന്ധ്ര കോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഉത്കൽ കോസ്റ്റ് വരുന്നുണ്ട്. സോ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കോസ്റ്റൽ ഏരിയയെ ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന ഓരോ കോസ്റ്റൽ ഏരിയയുടെയും ഫോർമേഷന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഈ പറയുന്ന ഈസ്റ്റേൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ എന്താ പറയാ, എമേർജ്ഡ് കോസ്റ്റ് ലൈൻ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ പറയുന്ന ഏരിയ എന്താണ്, സബ്മേർജ്ഡ് ആണ്. സബ്മേർജ്ഡ് കോസ്റ്റ് ലൈൻ ആണ് നമ്മുടെ ഈ പറയുന്ന ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത്.
എമേർജ്ഡ് ആണെങ്കിൽ വെസ്റ്റേൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് സബ്മേർജ്ഡ് ആണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, മലബാർ കോസ്റ്റ് എമേർജ്ഡ് ആണോ അല്ലെങ്കിൽ സബ്മേർജ്ഡ് ആണോ? മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് എമേർജ്ഡ് ആണോ അല്ലെങ്കിൽ സബ്മേർജ്ഡ് ആണോ? ഇതിൽ ഏതിലാണ് വരുന്നത് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്? ഒരു എമേർജന്റ് ആയിട്ടുള്ള ഏരിയ ആണോ, അല്ലെങ്കിൽ ഒരു എമേർജന്റ് കോസ്റ്റ് ആണോ, അല്ലെങ്കിൽ സബ്മേർജന്റ് കോസ്റ്റ് ആണോ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്? സബ്മേർജ്ഡ്, എക്സാക്ട്ലി. സോ സബ്മേർജ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി അതർ ലൈക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? സബ്മേർജ്ഡ് ആണോ അല്ലേ എന്നുള്ളത്? എമേർജ്ഡ് ആണോ സബ്മേർജ്ഡ് ആണോ എന്നത്? ഓക്കെ, ഫൈൻ. ഓക്കെ, നിങ്ങൾ പറയുന്ന ഉത്തരങ്ങൾ എന്താ പറയുക, അതിനിപ്പം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമുക്ക് ഇവിടെ എന്ത് വേണം? ഇൻഫർമേഷൻസ് കിട്ടണം. നമ്മുടെ ഇത് ഒരു തവണ തെറ്റിയാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? അത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് അത് പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നമ്മുടെ ഈ പറയുന്ന കൊങ്കൺ കോസ്റ്റും കത്തിയാവർ കോസ്റ്റും ഒക്കെ നമ്മൾ സബ്മേർജ്ഡ് ആണ്. പക്ഷേ ഈ പറയുന്ന മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് എമേർജ്ഡ് കോസ്റ്റ് ആണ്. എമേർജ്ഡ് കോസ്റ്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം, കാരണം ഇത് നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എത്രത്തോളം കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേസ് എക്സാമിനേഷന്റെ പ്രിലിംസ് എക്സാമിനേഷനിൽ അവർക്ക് ഈ വാക്കൊന്ന് മാറ്റിയാൽ മതി. അതായത് എൻറ്റയർ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ ഇസ് എമേർജ്ഡ് അല്ലെങ്കിൽ സബ്മേർജ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ട്രൂ എന്ന് എഴുതി വെക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന മലബാർ കോസ്റ്റ് സബ്മേർജ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ട്രൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വെക്കും. അപ്പം ഈ പറയുന്ന ഓരോ കോസ്റ്റും എമേർജ്ഡ് ആണോ സബ്മേർജ്ഡ് ആണോ എന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഓർത്ത് വെക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പുരാണങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ്വാരക എന്ന് പറയുന്നത് മുങ്ങിപ്പോയതാണ് അല്ലെ? ദ്വാരക എന്ന് പറയുന്ന ശ്രീകൃഷ്ണന്റെ ആ ഒരു പ്രദേശം, ശ്രീകൃഷ്ണൻ ഭരിച്ചിരുന്ന ദ്വാരക എന്ന് പറയുന്ന നമ്മുടെ ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? എവിടെയാന്നുള്ളത് എക്സാക്ട് ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇപ്പൊ പറയുന്നത് ജോഗ്രഫി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ മിത്തോളജി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഓക്കെ, നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഏരിയ എന്താണ്? സബ്മേർജ് ചെയ്ത് പോയതാണ് അല്ലെ? അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ദെൻ രണ്ടാമത്തത്, കേരളം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ആലോചിക്കുക. കേരളം എങ്ങനെയാണ് ഉണ്ടായത്? പരശുരാമൻ മഴു എറിഞ്ഞിട്ട് കേരളത്തിനെ കടലിൽ നിന്നും വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് അല്ലേ? അതായത് മഴു എറിഞ്ഞിട്ട് കേരളത്തിനെ ഉണ്ടാക്കി എന്നല്ല, മഴു എറിഞ്ഞിട്ട് കേരളത്തിനെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളം കടലിൽ നിന്ന് എന്ത് ചെയ്യണം? എമേർജ് ചെയ്ത് വരണം. അപ്പം കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് എമേർജ്ഡ് ആണ്. അതിന് മുകളിലേക്ക് വരുന്ന ഭാഗങ്ങൾ സബ്മേർജ്ഡ് ആണ്. ഓർത്ത് വെക്കുക, തെറ്റിക്കരുത്. ഈ പറയുന്ന മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എമേർജ് ചെയ്ത് വന്നതാണ്. താഴെ കിടക്കുന്ന ഏരിയ അല്ലെങ്കിൽ അതിന് മുകളിൽ കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഈ പറയുന്ന കത്തിയാവർ കോസ്റ്റും അതുപോലെ തന്നെ കൊങ്കൺ കോസ്റ്റും എന്താണ്? സബ്മേർജ് ആണ്, മുങ്ങിപ്പോയിട്ടുള്ളതാണ്. ദെൻ ഈ പറയുന്ന എൻറ്റയർ കോസ്റ്റൽ ഏരിയ, ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർ കോസ്റ്റൽ ഏരിയ എമേർജ് ആണ്. അവിടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. ഓക്കെ, ഇനി ജസ്റ്റ് ഈ ഒരു ഫോർമേഷൻ ഓഫ് ദ വെസ്റ്റേൺ ഗട്ടിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞാലേ അതിലേക്ക് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഒരു 1500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെ വെസ്റ്റേൺ ഗട്ട് ഫോം ചെയ്തത് എന്നാണ് പഠനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഏകദേശം നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം അത് പ്രകാരം നമ്മുടെ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട് ഒരു ബ്ലോക്ക് മൗണ്ടെയിൻ ആണ്, ഫോൾഡ് മൗണ്ടെയിൻ അല്ല, ഒരു ബ്ലോക്ക് മൗണ്ടെയിൻ ആണ്. നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണ് ഏതെന്ന് പറയുന്നത്? ആര്യവല്ലി. ഓക്കെ, ആര്യവല്ലി നമ്മൾ എന്ത് പറയാറുണ്ട്? ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറയാറുണ്ട്. ഹിമാലയം എന്ന് പറയുന്നതും ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ്. എന്നാൽ വിന്ധ്യൻ റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? അത് ഒരു ബ്ലോക്ക് മൗണ്ടെയിൻ ആണ്. ദെൻ അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ വെസ്റ്റേൺ ഗട്ടും ബ്ലോക്ക് മൗണ്ടെയിൻ ആണ്. കാരണം ഈ വിന്ധ്യന്റെ ആ ഒരു ഫോർമേഷനുമായിട്ട് എന്തിന് ബന്ധമുണ്ട്? നമ്മുടെ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ടിനും ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, നമ്മളത് പറയും. അപ്പം ഏകദേശം ഒരു 150 വർഷം മുമ്പാണ് വെസ്റ്റേൺ ഗട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരുപാട് ഫാക്ച്വൽ ഇൻഫർമേഷനും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. KS എക്സാമിനേഷന്, പ്രിലിംസ് എക്സാമിനേഷന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരാവുന്നതാണ്. ഒന്ന്, വെസ്റ്റേൺ ഗട്ട് ഒരു ബ്ലോക്ക് മൗണ്ടെയിൻ ആണോ അല്ലേ എന്നുള്ളത്, അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസ് എമേർജ്ഡ് ആണോ സബ്മേർജ്ഡ് ആണോ എന്നുള്ളത്, പിന്നെ ഈ പറയുന്നതിന്റെ ഒരു ഫോർമേഷൻ എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളത്, അത് 150 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അതായത് ഈവൻ ഹിമാലയം ഫോം ചെയ്യുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നുണ്ട്? പൊതുവെ ആൾക്കാർ പറയുന്നുണ്ട്. ബട്ട് എത്രത്തോളം ട്രൂ ആണ് എന്നതിന്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോഴും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഹിമാലയത്തിന്റെ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഹിമാലയം എങ്ങനെയാണ് ഫോം ചെയ്തത്? ഈ പറയുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് വന്നിട്ട് എന്ത് ചെയ്തു? യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇടിച്ചു. അപ്പൊ ആ സമയത്തുണ്ടായ ആഘാതം മൂലമാണ് ഇതൊരു ബ്ലോക്ക് മൗണ്ടെയിനാണ് ഫോം ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. എനിവേ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആർഗ്യുമെന്റ്സ് നിൽക്കുന്നുണ്ട്.
എന്തായാലും ആലോചിക്കുക, ഈ ഹിമാലയത്തിന്റെ ആസച്ചുള്ള ഫോർമേഷൻ സമയത്താണ് കേരളത്തിന്റെ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിന്റെ ഫോർമേഷൻ എന്നതിന് അത്രത്തോളം പ്രസക്തിയില്ല. ഓക്കെ, അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന ഫോർമേഷൻ നടന്നിട്ടുണ്ടാവാം എന്നാണ് എന്ത് ചെയ്യുന്നത്, കരുതപ്പെടുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ മൗണ്ടൈനസ് ഫോൾട്ട് ആൻഡ് എറോഡഡ് എഡ്ജ് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ, അതാണ് ഇതിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ പറയാം. ഇനി നമുക്ക് ഈ മൊത്തം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണം, ഒന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് അതൊന്ന് വരച്ച് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു പ്ലാറ്റ്യൂ റീജിയൻ എടുക്കുകയാണ്. ഇത് ഇന്ത്യയുടെ പ്ലാറ്റ്യൂ റീജിയൻ ആണ്. ഓക്കെ, അതിന്റെ ഒരു സൈഡ് വ്യൂ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനൊന്ന് കൺസിഡർ ചെയ്യാം. വെസ്റ്റേൺ ഘട്ടിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിൽ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു പ്ലാറ്റ്യൂ റീജിയന്റെ ഈ പറയുന്ന സൈഡിൽ ഒരു ഫ്രാക്ചർ വരികയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഫ്രാക്ചർ പതുക്കെ പതുക്കെയാണ് വരുന്നത്. നേരെ നിൽക്കുന്ന പ്ലാറ്റ്യൂ ആയിരുന്നു, അതിൽ പതുക്കെ ഒരു ഫ്രാക്ചർ വന്നിട്ട് എന്ത് ചെയ്തു, ഇത് രണ്ടും ഇതേപോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, രണ്ടും രണ്ട് സൈഡിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തുടങ്ങി. അപ്പൊ ഈ ഫ്രാക്ചർ വന്നിട്ട് അത് എങ്ങോട്ടേക്ക് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്ത് ചെയ്തു, ചെറിയൊരു ഫ്രാക്ചർ വരുന്നു. ഇങ്ങനെ രണ്ട് ബ്ലോക്കുകളായിട്ട് ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പ്ലാറ്റ്യൂ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, സോ ഈ രീതിയിൽ മാറി. അപ്പൊ ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സിൽ നടന്നിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, മഴ ഇതൊക്കെ പെയ്തിട്ട് ആ ഗ്യാപ്പ് അടഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എങ്ങനെയായാലും ഇങ്ങനെ എന്ത് ചെയ്തു, ഒരു റിഫ്റ്റ് ഫോം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ഏരിയ നമ്മുടെ ഓഷ്യനിലേക്ക് എന്ത് ചെയ്തു, സബ്മേർജ് ആയിട്ട് പോയി. ഓക്കെ, മുങ്ങിപ്പോയി. ഈ പറയുന്ന ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ടു സം എക്സ്റ്റെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മേർജ് ചെയ്തു. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഈ പറയുന്ന ഒരു ബ്ലോക്ക് ഫോർമേഷൻ എന്ത് ചെയ്തു, നടന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈ ഒരു സദേൺ ഏരിയ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ട്രയാങ്കിൾ സൈഡിന്റെ ഇങ്ങേ സൈഡിലൂടെ എന്ത് ചെയ്തു, ഒരു ബ്ലോക്ക് ഫോർമേഷൻ നടക്കുകയാണ്. എന്നിട്ട് ഈ കോസ്റ്റ് എന്ത് ചെയ്യാണ്, മുങ്ങിപ്പോവാണ്. ഈ കോസ്റ്റ് എന്ത് ചെയ്യാണ്, അതൊരു ഈസ്റ്റ് സൗത്ത് ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്, പതുക്കെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലേക്ക് എന്ത് ചെയ്തു, ഇത് രണ്ടെണ്ണമായിട്ട് ഒടിഞ്ഞു മാറി. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? കാരണം ഇതെനിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആ ഒരു 3D വരേണ്ട സാധനമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ആണോ എന്നൊന്ന് പറയാമോ? അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഘട്ട് ഏരിയ എന്ത് ചെയ്യുന്നത്, ഫ്രാക്ചർ ആയിട്ട് ബ്ലോക്ക് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്നാണ് ഒരാൾ പറയുന്നത്. ബാക്കിയുള്ളവർക്കും ക്ലിയർ ആണോ? എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ? കാരണം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേറെ ഇന്റർനെറ്റിലൊന്നും ആക്സസ് ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടാൻ പ്രയാസമാണ്. ഓക്കെ, ഗുഡ്. ശ്രുതി ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, നിങ്ങൾക്ക് ഒരു ഇമാജിനേഷൻ കൂടെ വേണം. ആ വെസ്റ്റേൺ ഘട്ടിന്റെ ഏരിയ എന്ത് ചെയ്തു, ബ്ലോക്ക് ആയിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗം പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് താഴുന്നുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും താഴുന്നുണ്ട്. അപ്പൊ രണ്ട് ഏരിയയും ബേസിക്കലി എന്ത് ചെയ്തു, സബ്മേർജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്താണ് നടക്കുന്നത്, ഇനി ഓവർ ദ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ റെയിൻ കിട്ടുന്നുണ്ട്, മഴ കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു ഫ്രാക്ചർ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ത് ചെയ്തു, ഇങ്ങനെ ഇങ്ങോട്ടേക്കും സബ്മേർജ് ആയി. ഈ ഒരു ഏരിയ ഇങ്ങോട്ടേക്കും സബ്മേർജ് ആയി. ഈ ഒരു ഫ്രാക്ചറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതിലൂടെ ഈ പറയുന്ന വിന്ധ്യൻ റേഞ്ച് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ വിന്ധ്യൻ റേഞ്ചിന്റെ ഇവിടെ കിടക്കുന്ന ഈ ഒരു ഫ്രാക്ചറും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഫോം ചെയ്തതാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഭാഗം കൂടെ എന്ത് ചെയ്തു, ഫ്രാക്ചർ ആയിട്ട് വന്നു. ചിലപ്പോൾ മോസ്റ്റ്ലി ഇതിന് എക്സാക്ട് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അവൈലബിൾ അല്ല. പലരും പറയുന്നത് മഡഗാസ്കർ ഏരിയയിലൂടെ, നമുക്കറിയാലോ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ സമയത്ത് എന്ത് ചെയ്തു, ഇത് പതുക്കെ മൂവ് ചെയ്ത് വന്ന സമയത്ത് മഡഗാസ്കർ ഏരിയയിലെ ഭൂമിയുടെ ഈ പറയുന്ന ക്രസ്റ്റിന്റെ അണ്ടറിൽ മാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൺവെക്റ്റീവ് കറണ്ട് ഉണ്ടായിരുന്നു. ആ കൺവെക്റ്റീവ് കറണ്ട് വളരെ സ്ട്രോങ് ആയി വന്ന സമയത്ത് എന്ത് ചെയ്തു, അത് ഹിറ്റ് ചെയ്ത സമയത്താണ് ഇവിടെ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു ഫ്രാക്ചർ സംഭവിച്ചത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ആ ഒരു ഫ്രാക്ചറിൽ ചില ഏരിയാസിൽ എന്ത് ചെയ്തു, ഇവിടെ ചെറിയ രീതിയിൽ ഈ പറയുന്ന മാഗ്മയ്ക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി. അതിലൂടെയാണ് ഈ പറയുന്ന ഡെക്കാൻ പ്ലാറ്റ്യൂലേക്ക് എന്ത് ചെയ്യുന്നത്, ലാവ ഡെപ്പോസിഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ ഡെപ്പോസിഷൻസ് എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെക്കാം. എനിവേ, ആ ഒരു കൺവെക്റ്റീവ് കറണ്ടിന്റെ ഫോഴ്സ് കാരണം ഇതെന്ത് ചെയ്തു, പൊട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഭാഗം താഴത്തേക്കും ഈ ഭാഗം താഴത്തേക്കും വന്നു.
ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മഴ കിട്ടുന്നതിനനുസരിച്ച് ഇവിടുന്ന് എറോഷൻ നടക്കാൻ തുടങ്ങി. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ എറോഷൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ എറോഷൻ നടന്നിട്ട് നമ്മുടെ ഈ സദേൺ ഏരിയയിൽ ഡെപ്പോസിഷൻ കൂടാൻ തുടങ്ങി. അതായത് മലബാർ കോസ്റ്റിൽ എന്ത് ചെയ്തു, ഡെപ്പോസിഷൻസ് കൂടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ്, നിങ്ങൾക്കറിയാം ഇവിടെ വെസ്റ്റേൺ ഘട്ട് കിടക്കുന്നുണ്ട്. വെസ്റ്റേൺ ഘട്ടിന്റെ ഹൈറ്റ് വളരെ കൂടുതലാണ്. ഈസ്റ്റേൺ ഘട്ടിന് അത്രത്തോളം എന്തില്ല, ഹൈറ്റ് ഇല്ല. പോരാത്തിന് എന്താ പറയുന്നത്, ഈസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് മുറിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഒരു റിവർ ഫോർമേഷൻ ഒന്നും അത്രത്തോളം സാധ്യമല്ല. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിൽ എന്തായിരുന്നു, ഈസ്റ്റ് ഫ്ലോയിങ് ആയിരുന്നു. പോരാത്തതിന് ഈ റിവേഴ്സ് ഒക്കെ ഒരുപാട് ലെങ്ത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് മുഴുവൻ വന്നിട്ട് ഇവിടെ ഡെപ്പോസിഷൻസ് നടത്താൻ തുടങ്ങി. അങ്ങനെ ഓവർ ദ ടൈം ഇവിടെ ഡെപ്പോസിഷൻ നടന്നിട്ട് ഈ കോസ്റ്റ് വീണ്ടും എന്ത് ചെയ്തു, എമേർജ്ഡ് ആയി. ഓക്കെ, വീണ്ടും അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, കര പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ ഡെൽറ്റ ഫോർമേഷൻസ് ഉണ്ടായി. ഡെൽറ്റ വീണ്ടും എന്ത് ചെയ്തു, സോളിഡിഫൈ ചെയ്തു. അങ്ങനെ ഒരു പുതിയ ലാൻഡ് അവിടെ വീണ്ടും ഫോം ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതേ പ്രക്രിയ നമ്മുടെ ഈ പറയുന്ന സദേൺ ഏരിയയിൽ, അതായത് എസ്പെഷ്യലി നമ്മുടെ ഈ പറയുന്ന മലബാർ കോസ്റ്റിൽ കുറച്ചൊക്കെ നടന്നു. ഓക്കെ, ഒരുപാട് നടന്നല്ല, കുറച്ചൊക്കെ നടന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, ജോഗ്രഫേഴ്സ് അല്ലെങ്കിൽ സ്കോളേഴ്സ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്നാൽ അതേപോലത്തെ ഒരു ഡെപ്പോസിഷൻസ് ആസച്ച് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഈ പറയുന്ന ഭാഗത്ത് നടന്നിട്ടില്ല. ഓക്കെ, അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന മലബാർ കോസ്റ്റിന്റെ മുകളിലേക്ക് വരുന്ന ഏരിയയിൽ എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അതിന് കാരണമായിട്ട് ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ സ്കോളേഴ്സ് പറയുന്നത്, നമ്മുടെ ഗുജറാത്ത് ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈഡൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഏരിയയാണ് ഇത്, അല്ലെ? കാരണം രണ്ട് കോണ്ടിനെന്റ് അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് പരസ്പരം യോജിച്ച് നിൽക്കുന്ന ഏരിയയിൽ ടൈഡൽ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അല്ലെങ്കിൽ കടലിന്റെ ആ ഒരു വെള്ളത്തിന്റെ അല്ലെങ്കിൽ തിരകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഏരിയയിൽ എന്ത് ചെയ്തു, ഡെപ്പോസിഷൻസ് അധികം നടന്നില്ല എന്നാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ കേരളത്തിന്റെ ഇവിടേക്കായിരിക്കും ആദ്യം മൺസൂൺ വരുന്നത്. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ റെയിൻ എന്തായിരിക്കും, കുറവായിരിക്കും. അതും കൂടെ കഴിഞ്ഞ് ഈ നോർത്തേൺ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ മൺസൂൺ റെയിന് ഈസി ആയിട്ട് ഡൽഹിയിലേക്ക് ഒരു പാസ് കിട്ടും. ആരവല്ലിയുടെ ഒരു സൗത്തിലൂടെ എന്ത് ചെയ്യും, അതിങ്ങനെ ഡൽഹിയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഈ മഹാരാഷ്ട്ര അല്ലെങ്കിൽ നോർത്തേൺ കർണാടക ഏരിയയിൽ കിട്ടുന്ന മഴയുടെ അളവിലും കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഘട്ടത്തിൽ നിന്നുള്ള എറോഷന്റെ ആക്ടിവിറ്റിയും കുറവാണ്. അതുകൊണ്ട് ഡെപ്പോസിഷൻസ് ആസ് സച്ച് നടന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിനുള്ള എക്സ്പ്ലനേഷൻസ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് മലബാർ കോസ്റ്റ് മാത്രം എമേർജ്ഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ ഇൻ ടോട്ടൽ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസിന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നാണ്. ഒന്ന് ഈ പറയുന്ന ഡെപ്പോസിഷൻ ആണ്. രണ്ടാമത്തത് ഈ പറഞ്ഞ പ്ലേറ്റിന്റെ ബ്ലോക്ക്, ഈ പ്ലേറ്റ് പൊട്ടിയ സമയത്ത് ഈ പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, രണ്ടായിട്ട് പൊട്ടി ഈ പറയുന്ന ഏരിയ സബ്മേർജ് ആയി. അപ്പം ചിലർ പറയുന്നത് ഇത് മൂന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ടെന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ ഫോമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സബ്മേർജ് ആയിട്ട് പോയിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ കൊങ്കൺ കോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സബ്മേർജ് ആയത്. അത്രത്തോളം സബ്മേർജ് ആവാതെ നിന്നതാണ് ഈ പറയുന്ന മലബാർ കോസ്റ്റ്. ഈ പറയുന്ന ഏരിയ ഒരുപാട് സബ്മേർജ് ആയി. അതായത് ട്രയാങ്കിളിന്റെ ഒരു പീക്ക് ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എടുക്കണം. ആ ഒരു ഏരിയയിൽ ആ ഒരു കറണ്ട് വന്ന് അടിച്ച സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ അടിയിൽ നിന്നുള്ള കൺവെക്റ്റീവ് കറണ്ട് വന്ന് അടിച്ചു. അപ്പൊ ആ അടിച്ച സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഏരിയ എന്ത് ചെയ്തു, അതായത് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന പോലെ എന്ത് ചെയ്തു. സോ അത് എക്സാക്ട് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ ഒറ്റ വേണ്ടി ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, കാണിക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് കാണിക്കാം. അതായിരിക്കും കുറെ കൂടെ നല്ലത്. അപ്പൊ ഈ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, പേപ്പർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പേപ്പർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ രീതിയിലേക്ക് എന്ത് ചെയ്തു, ഇത് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ എന്ത് ചെയ്തു പോയി. ഈ ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, അതായത് നമ്മുടെ നോർത്ത് വെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് എന്ത് ചെയ്തു, സബ്മേർജ് ആയിട്ട് പോയി. ബാക്കിയുള്ള ഏരിയ ഒക്കെ എന്ത് ചെയ്തു, ഒരു എമേർജ്ഡ് ഫോർമാറ്റിലേക്കായിരുന്നു വന്നത് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആളുകൾ പറയുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആ ഒരു കൺവെക്റ്റീവ് കറണ്ടിന്റെ പ്രഹരം കാരണമാണ് വെസ്റ്റേൺ ഘട്ട് ഫോം ചെയ്തത്. അതൊരു ബ്ലോക്ക് മൗണ്ടെയിൻ ആണ് എന്നത് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻ മതി. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് മാറും. എനിവേ ഇത്രയൊരു ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഡെഫിനറ്റ്ലി അതെന്താ പറയുന്നത്, നമ്മുടെ വെസ്റ്റേൺ ഘട്ടിന്റെ സദേൺ സെഗ്മെന്റ് ആണ്. അതിന് നമ്മൾ എന്ത് പറയും, സഹ്യാദ്രി എന്ന് പറയുന്നുണ്ട്. ദെൻ അത് പ്രീ കാംബ്രിയൻ ക്രിസ്റ്റലൈൻ ഫോർമേഷന്റെ ഭാഗമാണ്. ഓക്കെ, പ്രീ കാംബ്രിയൻ ക്രിസ്റ്റലൈൻ ഫോർമേഷന്റെ ഭാഗമാണ്.
അതേപോലെ തന്നെ നമ്മുടെ അവിടുത്തെ അഗ്രികൾച്ചറൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട് എന്താണ്, പ്ലാന്റേഷൻ ക്രോപ്പുകൾക്ക് വളരെയധികം ഉചിതമാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റബ്ബർ, ടീ, അതുപോലെ തന്നെ കോഫി, ഇതുപോലത്തെ കൾട്ടിവേഷൻസിനൊക്കെ ഒരുപാട് ഉചിതമായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ട്. ദെൻ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെവറൽ സ്ട്രക്ചറൽ ബ്ലോക്സ് വരുന്നുണ്ട്. മേജർ ആയിട്ട് 3 ബ്ലോക്സ് ആണ് വരുന്നത്. ഒന്ന് വയനാട് ബ്ലോക്ക് വരുന്നുണ്ട്, ആനമുടി ബ്ലോക്ക് വരുന്നുണ്ട്, പൊന്മുടി ബ്ലോക്ക് വരുന്നുണ്ട്. വയനാട്, ആനമുടി, പൊന്മുടി, ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലോക്കുകളും എവിടെ വരുന്നുണ്ട്, ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിൽ വരുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇതിൽ വരുന്ന ഓരോ സ്ട്രക്ചറൽ ബ്ലോക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൽ ആദ്യം വരുന്നതാണ് വയനാട് ടെറൈൻ ബ്ലോക്ക്. വയനാട് ടെറൈൻ ബ്ലോക്ക്. സോ ഇതിന്റെ ടിൽറ്റിംഗ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇതിന്റെ ഒരു ടിൽറ്റിംഗ് വരുന്നത്. സാധാരണ നമ്മൾ ഈ രീതിയിലേക്കാണ് ഇതിന്റെ ടിൽറ്റിംഗ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പ്ലേറ്റ് പൊട്ടിയ സമയത്ത്, അതായത് ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിന്റെ ഫോർമേഷന്റെ സമയത്ത് പൊട്ടിയ സമയത്ത് അതിന്റെ ടിൽറ്റിംഗ് ഇങ്ങോട്ടേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗത്ത് വെസ്റ്റിലേക്കായിരുന്നു എൻ്റയർ ഇന്ത്യൻ പ്ലാറ്റോ എന്ത് ചെയ്തത്, ചെരിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ പറയുന്ന വയനാട് ടെറൈൻ ബ്ലോക്കിന്റെ മാത്രം ടിൽറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൺവെക്റ്റീവ് കറണ്ട് ആ ഒരു ഏരിയയിൽ മാത്രം വന്ന് ഇടിച്ച സമയത്ത് 3 ബ്ലോക്കും 3 ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്തു, സബ്മേർജ് ചെയ്ത് പോയി എന്നൊരു തിയറിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടത് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേർലി ടിൽറ്റ് ഈ പറയുന്ന വയനാട് ടെറൈൻ ബ്ലോക്കിനുണ്ട് എന്നത് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. അതേപോലെ ഇതിന്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 700 മുതൽ 900 മീറ്റർ ഇതിന്റെ ഇടയ്ക്കാണ് ഇതിന്റെ ഒരു ഓൺ ആൻഡ് ആവറേജ് ഇതിന്റെ ഒരു ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഇൻ ആൻഡ് അറൌണ്ട് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് കുണ്ട ഹിൽസ് വരുന്നുണ്ട്, ദെൻ സൈലന്റ് വാലി വരുന്നുണ്ട്, അട്ടപ്പാടി വരുന്നുണ്ട്, നീലഗിരി വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ഏരിയ ആണ് ഇതിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിലൂടെ പോകുന്ന മേജർ ആയിട്ടുള്ള റിവേഴ്സ് ആണ് വളപട്ടണം, ചാലിയാറ്, കുറ്റിയാടി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന വയനാട് ടെറൈൻ ബ്ലോക്കുമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് ആനമുടി ടെറൈൻ ബ്ലോക്ക്. നമുക്കറിയാം ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് വരുന്ന ടെറൈൻ ബ്ലോക്കാണ് ഈ പറയുന്ന ആനമുടി ടെറൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ജനറൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി വെസ്റ്റ് ആണ്. ഓക്കെ, സോ ആനമുടി ബ്ലോക്കിന്റെ ഒരു സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടുവേർഡ്സ് ദി വെസ്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ വെസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡ്രെയിൻ ബൈ ദി പമ്പാർ റിവർ ആണ്. ഓക്കെ, സോ പമ്പാർ എന്ന് പറയുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് ആണോ വെസ്റ്റ് ഫ്ലോയിങ് ആണോ? ഈ പറയുന്ന പമ്പാർ റിവർ എന്ന് പറയുന്നത് അത് ഈസ്റ്റ് ഫ്ലോയിങ് ആണോ അതോ വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണോ? ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ഓക്കെ, കേരളത്തിലെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിലെ ഒന്നാണ് ഈ പറയുന്ന പമ്പാർ. ആ റിവർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന ആനമുടി ടെറൈൻ ബ്ലോക്കിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ ബാക്കി വരുന്ന മേജർ ആയിട്ടുള്ള റിവേഴ്സ് ആണ് ചാലക്കുടി, പെരിയാർ, പമ്പ, മൂവാറ്റുപുഴ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വൺ ഓഫ് ദി ഹയസ്റ്റ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 ടെറൈൻ ബ്ലോക്കിലെ ഹയസ്റ്റ് ആവറേജ് ഹൈറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയുന്ന ആനമുടി ടെറൈൻ ബ്ലോക്കിനാണെന്ന്. അതുകൊണ്ട് തന്നെ മേജർ ആയിട്ടുള്ള കേരളത്തിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ മുഴുവൻ എക്സിസ്റ്റ് ചെയ്യുന്നതും വെസ്റ്റേൺ ഘട്ടിലെ ആനമുടി ടെറൈൻ ബ്ലോക്കിലാണ്. സോ ഇൻ കേസ് ഇപ്പൊ KS എക്സാമിനേഷനിൽ ആനമുടി ടെറൈൻ ബ്ലോക്ക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ബ്ലോക്കിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് മേജർ ആയിട്ടുള്ള റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളൊക്കെ എന്താണ് ഇവിടെയാണ് എക്സസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഇൻഫർമേഷൻ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടെറൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടെറൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത് പൊന്മുടി ടെറൈൻ ബ്ലോക്ക് ആണ്. അതുകൊണ്ടാണ് ആദ്യത്തെ അത്ര സിഗ്നിഫിക്കന്റ് അല്ലാത്തതുകൊണ്ടാണ് ആദ്യത്തെ 2 നമ്മൾ എന്ത് ചെയ്ത് പെട്ടെന്ന് പോയത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പൊന്മുടി ടെറൈൻ ബ്ലോക്ക് ഇത്രത്തോളം സിഗ്നിഫിക്കന്റ് ആവുന്നത്? അതിന് കാരണം ഇതാണ്, ഈ പറയുന്ന പൊന്മുടി ടെറൈൻ ബ്ലോക്കിലാണ് ഈ പറയുന്ന കോൺട്രലൈറ്റ് ബെൽറ്റ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കോൺട്രലൈറ്റ് ഡെപ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. സോ ഈ പറയുന്ന രീതിയിലുള്ള റോക്സിനെയാണ് നമ്മൾ കോൺട്രലൈറ്റ് റോക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ലെയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. ഓരോരോ ലെയേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് നിൽക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ലെയേഴ്സ് ഉണ്ട്. അതായത് ഡിഫറെന്റ് എന്താ പറയാ കാലഘട്ടത്തിൽ ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡെപ്പോസിഷൻ ഫോമിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ലെയേഴ്സ് എന്തുണ്ട്, ഈ പറയുന്ന കോൺട്രലൈറ്റ് സ്ട്രക്ചറിനുണ്ട് എന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോളിയേറ്റഡ് മെറ്റാമോർഫിക് റോക്ക് ആണ് ഈ പറയുന്ന കോൺട്രലൈറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ KS എക്സാമിനേഷന് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദി
കേരളാസ് കോൺട്രോലൈറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഫിസിയോഗ്രാഫിക് ബാക്ക്ഗ്രൗണ്ടിലാണ് പറയുന്നത്. നമ്മുടെ ഒരു ഫിസിക്കൽ ജോഗ്രഫിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് മെറ്റാമോർഫിക് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ലെയേർഡ് ആണ്, അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ഫോൾഡഡ് സ്ട്രക്ചർ ആണ് ഈ പറയുന്നതിനുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഇതിനെ നമ്മൾ പറയാറുണ്ട് ഹൈ ഗ്രേഡഡ് സൂപ്പർ ക്രിസ്റ്റൽ റോക്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. കേരളാസ് കോൺട്രോലൈറ്റ് ബെൽറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. കേരളത്തിലെ വൺ ഓഫ് ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണിത്. ഇനി ഈ കോൺട്രോലൈറ്റ് റോക്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കോൺട്രോലൈറ്റ് റോക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിന്റെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ പാറ്റേൺസ് ഒക്കെ കണ്ടില്ലേ, ഈ പാറ്റേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചിത്രകല അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺസ് വരച്ച പോലുള്ള ഒരു പ്രതീതി കൊടുക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കോൺട്രോലൈറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺട്രോലൈറ്റ് റോക്സ് ആണ് എന്ത് ചെയ്യാറുള്ളത്, ടെമ്പിൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. എസ്പെഷ്യലി നമ്മുടെ കൊണാർക്ക് ടെമ്പിൾ ഒക്കെ എന്താ പറയുന്നത്, ഈ പറയുന്ന കോൺട്രോലൈറ്റ് റോക്സ് യൂസ് ചെയ്തിട്ട് അത് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുപോയതാണ്. നമ്മൾ പറയുന്നത് കേരളത്തിലെ കാര്യമാണ്. അപ്പം ഈ പറയുന്ന കോൺട്രോലൈറ്റ് റോക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ടെമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യാറുള്ളത്, കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്. ഇതും കൂടെ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന കോൺട്രോലൈറ്റ് ബെൽറ്റ് കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ബാക്കി എവിടെയാണ് കാണുന്നത് എന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ബാക്കി കാണുന്നത് ശ്രീലങ്കയിലും അതിന്റെ ബാക്കി കാണുന്നത് മഡഗാസ്കറിലുമാണ്. ഓക്കെ, സോ അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? ഇറ്റ് ഷോസ് എ പോസിബിൾ മാഗ്മാറ്റിക് ആർക്ക് ലിങ്ക് ബിറ്റ്വീൻ ശ്രീലങ്ക, മഡഗാസ്കർ ആൻഡ് കേരള. അതായത് നമ്മുടെ പണ്ടത്തെ ആ ഒരു പ്ലേറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് പതുക്കെ എന്ത് ചെയ്ത് മഡഗാസ്കർ ആ ഏരിയയിലൂടെ പതുക്കെ മൂവ് ചെയ്ത് വന്നതായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇന്നത്തെ മഡഗാസ്കർ നിൽക്കുന്ന ആ ഒരു ഏരിയയിലൂടെ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് വന്ന സമയത്തുള്ള ഫോർമേഷന് ചിലപ്പോൾ എന്തായിരിക്കും, കോമൺ ആയിട്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഫീച്ചർ ആയിരിക്കാം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മെറ്റാമോർഫിക് റോക്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു റോക്ക് സൈക്കിൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇഗ്നീഷ്യസ് റോക്സ് വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നീഷ്യസ് റോക്സിനെ നമ്മൾ പ്രൈമറി റോക്സ് എന്നാണ് പറയാറ്. അതിൽ നിന്നാണ് ബാക്കി റോക്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് ഓവർ ദ ടൈം എന്താ പറയുന്നത്, ഒരുപാട് ഫോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ എറോഷൻസിനൊക്കെ വിധേയമായിട്ട് മെറ്റമോർഫോസ് സംബന്ധിച്ച്, അതായത് ഒരുപാട് പ്രഷറൊക്കെ സംഭവിച്ചിട്ട് മെറ്റമോർഫോസിന്റെ റോക്സ് ആയിട്ട് മാറിയതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ഒറിജിൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുടെ മൂവ്മെന്റ്സിനെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോൺട്രോലൈറ്റ് ബെൽറ്റിന്റെ പ്രസൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൂടെ ജസ്റ്റ് അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ ജസ്റ്റ് ഇവിടെ ഈ കാര്യങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന കേരളാസ് കോൺട്രോലൈറ്റ് ബെൽറ്റ് ബിലോങ് ടു ആൻ ഈസ്റ്റേൺ ഗോണ്ട്വാന മൊബൈൽ ബെൽറ്റ് ദാറ്റ് അണ്ടർവെന്റ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെറ്റമോർഫിസം. ഒരുപാട് എന്താ പറയാ അൾട്രാ ഹൈ മെറ്റമോർഫിസം സംഭവിച്ച സമയത്ത് ആ ഒരു ഇഗ്നീഷ്യസ് റോക്സ് മെറ്റമോർഫോസ് ചെയ്തിട്ട് ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയതായിരിക്കാം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, സ്കോളേഴ്സ് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എനിവേ ഈ പറയുന്ന കേരള കോൺട്രോലൈറ്റ് ബെൽറ്റ് എന്താണ്, അതിന്റെ ഫിസിയോഗ്രാഫിക് കോമ്പോസിഷൻ എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ആർക്കിടെക്ചറൽ സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ട് എന്നത് ഓർത്ത് വെക്കുക. ഇത് എവിടെയാണ് കാണുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിലെ പൊന്മുടി ടെറൈൻ ബ്ലോക്കിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് കാണുന്നത് എന്നതും കൂടെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓരോ ഫാക്ച്വൽ ഇൻഫർമേഷൻസും നമുക്ക് ഒന്നെങ്കിൽ പ്രിലിംസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഈ പറയുന്ന പൊന്മുടി ടെറൈൻ ബ്ലോക്ക്, ഇത് പറഞ്ഞില്ല ഡിഫറെന്റ് ലെയേഴ്സ് ആണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ലെയേഴ്സ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഇറോഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കമ്പയർഡ് ടു ദി വയനാട് അതുപോലെ തന്നെ ആനമുടി ടെറൈൻ ബ്ലോക്കിനെ അപേക്ഷിച്ചിട്ട് ഇതിനെന്താണ് പറയുന്നത്, കുറെ കൂടെ തിന്നർ ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, സോ ഈ പറയുന്ന പൊന്മുടി ടെറൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ആനമുടി ബ്ലോക്കിനെയും അതുപോലെ തന്നെ വയനാട് ബ്ലോക്കിനെയും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ തിന്നാണ്. ഓരോ ലെയേഴ്സ് എന്ത് ചെയ്യും, ഫോളിയേറ്റഡ് ആയിട്ട് അതിനെ റിമൂവ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അത്. ഓക്കെ, സോ ഇതും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഈ ഒരു ഡിവിഷൻ ഇൻ കേസ് ഇപ്പം നമ്മളെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ ഒരു എൻറ്റയർ വെസ്റ്റേൺ ഘട്ടിനെ നോർത്തേൺ വെസ്റ്റേൺ ഘട്ട് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ സെൻട്രൽ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നുണ്ട്, നീലഗിരി എന്ന് പറയുന്നുണ്ട്, സദേൺ വെസ്റ്റേൺ ഘട്ട്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഷൻ ഉണ്ട്. ഓക്കെ, സോ അതിൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ ഘട്ടിന്റെയും അതുപോലെ തന്നെ നീലഗിരിയുടെയും ഭാഗമാണ് എന്ന് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, ചിലപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമാണ് നമ്മുടെ ഈ പറയുന്ന പാലക്കാട് ഘട്ടിന്റെ താഴത്തേക്ക് വരുന്ന ഏരിയ, അതിന് മുകളിലേക്ക് വരുന്നത് നീലഗിരിയുടെ ഭാഗമാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് മേജറായിട്ട് ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിന്റെ നീലഗിരി ഡിവിഷന്റെ ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമാണ്. ഓക്കെ,
ഇനി നമ്മൾ പോകുന്നത് ഈ അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മിഡ്ലാൻഡ് അല്ലേ, മിഡ്ലാൻഡ്. അപ്പൊ നമ്മുടെ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി പോകുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ്റ്റൽ ഏരിയയുടെയും ഈ പറയുന്ന മൗണ്ടൈൻ ഏരിയയുടെയും ഇൻ ബിറ്റ്വീനിൽ കിടക്കുന്ന പ്രദേശമാണ് ഈ പറയുന്ന അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ ഘട്ടനെയും കോസ്റ്റൽ പ്ലെയിൻസിനെയും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, നമ്മൾ പഠിച്ചതാണ്. കോസ്റ്റൽ ഏരിയനെയും ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഏരിയ ആണ് അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മിഡ് ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതെന്താണ്, ഒരു സബ്ഡ്യൂഡ് ടെറൈൻ ആണ് ദാറ്റ് ഇസ് ഇവോൾവ്ഡ് ത്രൂ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ല ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട പതുക്കെ ഒടിഞ്ഞു വന്ന സമയത്ത് അതേ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം ഫോം ചെയ്യുന്ന ഒരു സബ്ഡ്യൂഡ് ടെറൈൻ ആണ് ഈ പറയുന്ന മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമേഷനിലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ്, അതുപോലെ ചില എറോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ പറയുന്ന പെഡിമെന്റേഷൻ. ഓക്കെ, സോ പെഡിമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൗണ്ടൈൻ ഏരിയയിൽ നിന്ന് ഒരു റിവർ വരുന്നുണ്ട്. ആ റിവർ ഇതിന്റെ ഫുഡ് ഹിൽസിൽ നടത്തുന്ന ഡെപ്പോസിഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെഡിമെന്റേഷൻ. ദെൻ ലാറ്ററൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ലാറ്ററൈസേഷൻ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ തന്നെ റണ്ണിങ് വാട്ടർ ഏതെങ്കിലും റോക്സിനെ ഇറോഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന് നടത്തുന്ന ഡെപ്പോസിഷൻ, അതെന്ത് ചെയ്യുന്നുണ്ട്, ലാറ്ററൈസേഷൻ നടക്കുന്നുണ്ട്. ദെൻ പാരലൽ സ്ലോപ്പ് റിട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവിടുത്തെ ഈ ഫസ്റ്റ് ഇമേജിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് കാണാമല്ലോ. ഈ സ്റ്റേജ് 1 നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ വളരെ സ്റ്റീപ്പാണ്. ബി എന്ന് പറയുന്നതും കുറെ കൂടെ സ്റ്റീപ്പാണ്. സി എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ഓവർ ദ ടൈം ഇവിടെ ഡെപ്പോസിഷൻസും അതുപോലെ തന്നെ എന്താ പറയുക എറോഷൻസും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, സി എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ കയറി വന്നിട്ട് ബി എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റിങ്ഷൻ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, എയെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. ആദ്യം എ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ എ വീണ്ടും കുറഞ്ഞു, ഇപ്പൊ എ വീണ്ടും കുറഞ്ഞു. അങ്ങനെ പതുക്കെ പതുക്കെ ഇത് എന്ത് ചെയ്യും, കുറെ കൂടെ ഒരു പ്ലെയിൻ ഏരിയ ആയിട്ട് മാറും. ഈ രീതിയിൽ വരുന്ന ഒരു എറോഷൻ ആൻഡ് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, പാരലൽ സ്ലോപ്പ് റിട്രീറ്റ് എന്ന് പറയുന്നത്. അതായത് വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് വരുന്ന റിവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർ ദ ടൈം അതിന്റെ ഫുഡ് വാല്യൂസിൽ എന്ത് ചെയ്തു, ഡെപ്പോസിഷൻ നടത്തിയിട്ട് ഈ രീതിയിൽ ഒരു പ്ലെയിൻ ഏരിയ ക്രിയേറ്റ് ചെയ്ത് എടുത്തു എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ദെൻ അടുത്തത് വാലി ഫോർമേഷൻസ്. ഓക്കെ, സോ വാലി ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്തും ഈ പറയുന്ന മാതിരി വെസ്റ്റേൺ ഘട്ട് ഫോം ചെയ്ത സമയത്ത് അതിന്റെ താഴെ എന്ത് ചെയ്തു, വാലീസ് ഫോം ചെയ്തു. അത് എന്തിന്റെ ഭാഗമായിട്ട് മാറി, നമ്മുടെ ഈ പറയുന്ന അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈന്റെ ഭാഗമായിട്ട് മാറി. ദെൻ പിന്നെ വരുന്നതാണ് എക്സ്പാൻഷൻ ഓഫ് അഗ്രഡേഷണൽ പ്ലെയിൻ ഓർ അലൂവിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു റിവർ ഓവർ ദ ടൈം ഒരു ഏരിയയിലൂടെ ഫ്ലോ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ റിവർ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെബ്രിസസ് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് ഇറോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇവിടെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്ത് വരും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഹൈറ്റ് ഏരിയ പതുക്കെ കുറഞ്ഞു വന്നിട്ട് ഈ ഒരു റിവർ നടുക്കൂടെ ഒഴുകുന്നുണ്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന രണ്ട് ഏരിയ എന്ത് ചെയ്യും, ഏകദേശം ഒരു ഈക്വൽ ഹൈറ്റിലേക്ക് പതുക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം ഈ രീതിയിൽ വരുന്ന അലൂവിയേഷൻ അല്ലെങ്കിൽ അലൂവിയൽ ഡെപ്പോസിഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ദി അഗ്രഡേഷണൽ പ്ലെയിൻ. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ നമ്മുടെ കേരളത്തിലെ അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്തതെന്നുള്ള എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ് ഇതിന്റെ ഫോർമേഷനിലേക്ക് വരുന്ന ഫിസിയോഗ്രഫിക്കൽ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെങ്കല്ല് എന്ന് പറയുന്നത് തന്നെയാണ്, അതായത് ലാറ്ററൈറ്റ്. ഓക്കെ, ലാറ്ററൈറ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെങ്കല്ല് ഫോർമേഷൻ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സോ ഇവിടെ മെയിൻ ആയിട്ട് ഇതൊരു ക്യാപ്പായിട്ട്, അതായത് നമ്മൾ കേരളത്തിന്റെ ഒരു ടോപ്പോഗ്രഫി, മിഡ്ലാൻഡ് ടോപ്പോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർഫസിൽ, അതായത് ഓവർ ദി ടോപ്പ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള സോയിൽസ് നിങ്ങൾ കാണാം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്നത് ഈ പറയുന്ന ചെങ്കല്ലുകളാണ് എന്നതാണ് കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു ഫിസിയോഗ്രാഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് കാണിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ലാറ്ററൈറ്റ് എലിവേഷൻ ഒരു 300 മീറ്റർ ഇൻ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ലൈക്ക് 40-46% കേരളത്തിന്റെ അണ്ടർലൈൻ ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഒരു സർഫസിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ സർഫസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോർ എന്ന് പറയുന്നത്, മിഡ്ലാൻഡിന്റെ കോർ എന്ന് പറയുന്നത് ഈ പറയുന്ന ലാറ്ററൈറ്റ് ഫോർമേഷൻ ആണ്. ഓക്കെ, സോ അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സിലിക്ക, അലുമിനിയം, അതുപോലെ തന്നെ അയൺ. അതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു റെഡ് കളർ കിട്ടുന്നത്. ഈ ഒരു അയൺ ഫെറോക്സൈഡിന്റെ എന്തുണ്ട്,
സാന്നിധ്യം അതിൽ നിൽക്കുന്നത് കൊണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഇതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ അൺറിലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അഗ്രികൾച്ചറൽ സിഗ്നിഫിക്കൻസ്, എക്കണോമിക് സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ നമുക്ക് ചോദ്യമായിട്ട് വരാം. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇതെന്താണ്, വളരെ റഫ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. നമ്മൾ പലപ്പോഴും എന്താ പറയുക, നമ്മൾ മെഷീൻസ് ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം റഫ് ആയിട്ടുള്ള സർഫസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റെഗുലർ കൾട്ടിവേഷൻ ഇത് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. അതായത് നമ്മുടെ പാഡി കൾട്ടിവേഷൻ, വെജിറ്റബിൾ കൾട്ടിവേഷൻ, ഇതുപോലുള്ള നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള റെഗുലർ കൾട്ടിവേഷൻ എന്തല്ല, അൺറിലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിനെന്തുണ്ട്, ഒരു ഹാർഡ് ക്രസ്റ്റ് ആണുള്ളത്. അത് പലപ്പോഴും നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ചില കൾട്ടിവേഷൻസ് ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനൊരു ഹാർഡ് ക്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഏരിയ വേസ്റ്റ് ലാൻഡ് ആയിട്ടാണ് കിടക്കാറുള്ളത്. അപ്പൊ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ പറയുന്ന കണ്ണൂരിലെ അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ, അതുപോലെ തന്നെ കാസർഗോഡ് ഏരിയ. ഇവിടെയൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും മേജർ ആയിട്ട് വരുന്ന ലാറ്ററൈറ്റ് ടെറൈൻസ് കാണുന്നത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വരുന്ന ചെങ്കല്ലിന് ഒരു പ്രത്യേക എന്താ പറയാ, ഒരു ഡിമാൻഡ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, സോ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ പറയുന്ന ലാറ്ററൈറ്റ് ഫോർമേഷൻസ് കാണപ്പെടുന്ന ഒരു ഏരിയയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അങ്ങാടിപ്പുറമാണ്. ഓക്കെ, ദെൻ അടുത്തത് ഈ പറയുന്ന ഏരിയയിൽ പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആണ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളവിടെ പ്രോപ്പറായിട്ട് എന്താ പറയുക, ഇറിഗേഷൻ, അതുപോലെ തന്നെ എന്താ പറയുക പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ഒരു പരിധി വരെ അവിടെ വേര് പിടിച്ച് വളരുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ വരുന്ന കാഷ്യൂ, റബ്ബർ, കോക്കനട്ട് ഒക്കെ പോലുള്ള ചിലതാണ്. ഇതിൽ റബ്ബറും കോക്കനട്ടും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇറിഗേഷൻ, എസ്പെഷ്യലി കോക്കനട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലിയും അതുപോലെ തന്നെ അതിന്റെ ഒരു ഗ്രോത്ത് സ്റ്റേജിലൊക്കെ ഈ പറയുന്ന ഇറിഗേഷൻ ചെയ്യണം. അതല്ലാതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാഷ്യൂ പോലുള്ള ചില കൾട്ടിവേഷൻസ് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിലൊക്കെ കാഷ്യൂ കൾട്ടിവേഷൻ വളരെയധികം കൂടുന്നത്. ഓക്കെ, കാരണം അവിടുത്തെ ടെറൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് അടുത്ത ഒരു മേജർ ലാറ്ററൈറ്റ് ഫോർമേഷൻ ഏരിയ എന്ന് പറയുന്നത് അങ്ങാടിപ്പുറമാണ്. ഇതിന് നമ്മുടെ വൺ ഓഫ് ദി നാഷണൽ ജിയോ ഹെറിറ്റേജ് മോണ്യൂമെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇതൊരു 1800 സംതിങ് കാലഘട്ടത്തിൽ ഇവിടെ വന്നിട്ടുള്ളൊരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് തിരിച്ചറിയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കല്ലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഈ പറയുന്ന അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് ടെറൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കേരളത്തിലെ ലാറ്ററൈറ്റ് ടെറൈന്റെ ഭാഗമാണ് എന്നത് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് കേരളത്തിന്റെ മേജർ ആയിട്ടുള്ള, നമ്മളിപ്പോൾ 2 ഏരിയ കവർ ചെയ്തു. ഒന്ന് ഈസ്റ്റേൺ ഹൈലാൻഡ്, അതുപോലെ തന്നെ ULT അൺഡുലേറ്റഡ് ലാറ്ററൈറ്റ് ടെറൈൻ കവർ ചെയ്തു. ഇനി നമ്മൾ വരുന്നത് മേജർ ആയിട്ട് കോസ്റ്റൽ പ്ലെയിനിലേക്കാണ്. സോ കേരളത്തിന്റെ കോസ്റ്റൽ പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മേജർ ആയിട്ട് വരുന്നത് കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയുടെ കോമൺ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് അതിന്റെ സഡൻ സ്റ്റീപ്നെസ് ആണ്. കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫിസിയോഗ്രഫി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സഡൻ സ്റ്റീപ്നെസ്, പെട്ടെന്ന് ചെങ്കുത്തായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ചെങ്കുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഇറഗുലർ ആയിട്ടാണ് അതിന്റെ ഒരു ഓവറോൾ എക്സിസ്റ്റൻസ് വരുന്നത്. ദെൻ പിന്നെ വരുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയിൽ ധാരാളം ക്ലിഫ് ഫോർമേഷൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലിഫ് ഫോർമേഷൻ ആണ് നമ്മുടെ വർക്കലയിലെ ക്ലിഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വർക്കലയിലെ ക്ലിഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ക്ലിഫ് ഫോർമേഷൻസ് വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഈ പറയുന്ന അറേബ്യൻ സീയിലൊക്കെ ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ഇതുപോലത്തെ ക്ലിഫ് ഫോർമേഷൻസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് നമുക്ക് പാരാഗ്ലൈഡിങ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് ടൂറിസത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഓർത്ത് വെക്കാം, വൺ ഓഫ് ദ ഫീച്ചേഴ്സ് കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയിൽ വരുന്ന ഒരു ഫീച്ചറാണ് ക്ലിഫ് ഫോർമേഷൻ. ഇതിന് എക്സാമ്പിൾ ആണ് വർക്കല. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് വേവ് എറോഷൻസ്. നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻസിന്റെ എലോങ് ദ കോസ്റ്റൽ പ്ലെയിൻസിലെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എറോഷൻസ്, അല്ലെങ്കിൽ കോസ്റ്റൽ എറോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നത്. 2 രീതിയിൽ സംഭവിക്കാം. ഒന്ന് ആന്ത്രോപോജനിക്, അതായത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്, മനുഷ്യന്മാർ കാരണമായിരിക്കാം. അതല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിലൂടെ എന്ത് ചെയ്യാം, ഇത് സംഭവിക്കാം. ഇതിൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ആയിട്ട് പെർ ഇയറിൽ ഓൾമോസ്റ്റ് ലൈക്ക് 4.7 മീറ്റേഴ്സ് നമ്മുടെ ഈ ലാൻഡ് ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറോഡ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ അതേപോലെ തന്നെ ആന്ത്രോപോജനിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള എറോഷൻസ് നടക്കുന്ന ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന ചവറ അല്ലെങ്കിൽ ആലപ്പാട് എന്ന് പറയുന്ന ഏരിയ ഒക്കെ. അവിടെ ഈ പറയുന്ന കരിമണൽ ഖനനമൊക്കെ നടന്നതിന്റെ ഫലമായിട്ട് ഇപ്പൊ എന്ത് ചെയ്തു,
നാച്ചുറൽ ആയിട്ടുള്ള എറോഷൻ ആക്ടിവിറ്റി വളരെയധികം കൂടി വന്നു. അതായത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ്. മനുഷ്യന്മാർ എന്ത് ചെയ്തു, ആദ്യം തുടങ്ങി വെച്ച് ഒന്ന് ട്രിഗർ ചെയ്തു, അത് പിന്നീട് എന്ത് ചെയ്തു, ഓഷ്യൻസ് കാരണം വീണ്ടും കൂടി കൂടി വന്നു. ഓക്കെ, സോ അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ മേജർ ആയിട്ട് നമ്മുടെ ഈ ജിയോളജിക്കൽ ഫോർമേഷൻസ്, കേരളത്തിലെ കോസ്റ്റൽ പ്ലെയിനിലെ ജിയോളജിക്കൽ ഫോർമേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 കാലഘട്ടം അല്ലെങ്കിൽ 3 രീതിയിലാണ്. ഒന്ന് ക്രിസ്റ്റലൈൻ, രണ്ടാമത്തത് ടെറിഷറി, മൂന്നാമത്തത് റീസെന്റ് ആയിട്ട് സെഡിമെന്റ്സ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻസ് കാരണം ഫോം ചെയ്തു വന്നിട്ടുള്ള കോസ്റ്റൽ ഏരിയാസ്. അതിൽ നമ്മൾ ഈ പറയുന്ന വർക്കല ബീച്ച് എന്ന് പറയുന്നത് ടെറിഷറി ഫോർമേഷൻ ആണ്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. വർക്കല എന്ന് പറയുന്നത് ടെറിഷറി ഫോർമേഷൻ ആണ്. ദെൻ അടുത്തത് ഈ പറയുന്ന വർക്കലനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ജിയോളജിക്കൽ ഫോർമേഷൻസിന്റെ ഒരു യുണീക്ക് ഫീച്ചർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് ഇതുപോലെ വരുന്ന 2 ജിയോ സൈറ്റുകളാണുള്ളത്. ഒന്ന് വർക്കലയാണ്, രണ്ടാമത്തത് അങ്ങാടിപ്പുറമാണ്. രണ്ടും മേജർ ആയിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് ആണ്. ഓക്കെ, ലാറ്ററൈറ്റ് ഫോർമേഷൻസ് ആണ് ഈ പറയുന്ന വർക്കല ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ആയി കഴിഞ്ഞാലും. അങ്ങാടിപ്പുറം എന്ന് പറയുന്നത് കംപ്ലീറ്റ് അത് തന്നെയാണ്. ദെൻ വർക്കല എന്ന് പറയുന്നത് ഇതിന്റെ ഈ പറയുന്ന ക്ലിഫ് ഏരിയ, ഈ പറയുന്ന മേജർ ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് നമ്മുടെ കേരളത്തിൻ്റെത് എന്തൊക്കെയാണെന്നാണ് ഇനി ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ കേരള കോസ്റ്റൽ ഏരിയ ഇസ് വൺ ഓഫ് ദ റിനൗണ്ട് പ്ലേസസ് ഫോർ ദി ബ്ലാക്ക് വാട്ടേഴ്സ്. ബ്ലാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ എസ്റ്ററീസിനൊക്കെ വളരെയധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന കേരള എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന റിവേഴ്സ് എന്ത് ചെയ്യും, ഒഴുകി വരും. അത് മോസ്റ്റ്ലി എന്ത് ചെയ്യും, എസ്റ്ററീസ് ഫോം ചെയ്തിട്ട് അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓഷ്യനായിട്ട് മെർജ് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ എസ്റ്ററീസ് ആൻഡ് കായൽ, നമ്മൾ സിമ്പിളായിട്ട് മലയാളത്തിൽ കായൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മാതിരി ലഗൂൺസിന്റെ ഫോർമേഷൻസിലേക്കും അത് ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് ഷോർ ബാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിഷൻ കാരണം പതുക്കെ ഫോം ചെയ്തു വരുന്ന ഇതുപോലെയുള്ള ഫോർമേഷൻസിനെ ഒരു ചെറിയ ഹൈറ്റ് ഉണ്ടായിരിക്കും, ദെൻ ഡിക്ലൈൻ ചെയ്തു വരുന്ന ആ ഒരു ഡെപ്പോസിഷണൽ ഫീച്ചറിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബാർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവർ ഒഴുകുകയാണ്. ഈ റിവർ ഒഴുകുന്ന സമയത്ത് ഇതിന്റെ കരകളിലേക്ക് എന്ത് ചെയ്യും, ഡെപ്പോസിഷൻസ് നടക്കും. അതായത് റിവറിലെ വെള്ളം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് കരകളിലേക്ക് എന്ത് ചെയ്യും, ഡെപ്പോസിഷൻ നടക്കും. അങ്ങനെ എസ്പെഷ്യലി നമ്മുടെ സീ ആയിട്ട് അല്ലെങ്കിൽ ഓഷ്യനായിട്ട് ഇത് ചേരുന്ന ഈ ഒരു ഭാഗത്ത് ഈ രീതിയിലുള്ള ഓഫ് ഷോർ ബാറുകൾ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു റിവറിന്റെ 2 സൈഡിലേക്കും വരുന്ന ഡെപ്പോസിഷൻസ് കൂടുതലായിരിക്കും. ദെൻ അടുത്തത്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫീച്ചർ തന്നെയാണ്. അതായത് എല്ലാ റിവേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എസ്റ്ററീസിലേക്കാണ് ഫൈനലായിട്ട് ചെന്ന് ജോയിൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് കോസ്റ്റൽ പ്ലെയിൻസിന്റെ അടുത്തൊരു ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഫോർമേഷൻസ് വളരെ കുറവാണ്. കാരണം നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം കോണ്ടിനെന്റൽ ഷെൽഫ് എവിടെ വരുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന നോർത്തേൺ ഏരിയയിൽ വരുന്നുണ്ട്. എന്നാൽ സദേൺ ഏരിയയിലേക്ക് അല്ലെങ്കിൽ മലബാർ ഏരിയയിലേക്ക് വരുന്ന സമയത്ത്, മലബാർ കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ കോണ്ടിനെന്റൽ ഷെൽഫ് ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ കോണ്ടിനെന്റൽ സ്ലോപ്പ് ആണ്. അപ്പൊ അവിടെ എന്തില്ല, ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് അത്രത്തോളം നടക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്തിന്റെ ഫോർമേഷൻ വരുന്നില്ല, ഡെൽറ്റകളുടെ ഫോർമേഷൻ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കേരള ഇസ് നോട്ട് കൺഡ്യൂസീവ് ഫോർ ദി ഡെൽറ്റ ഫോർമേഷൻ. ഒരു കോണ്ടിനെന്റൽ സ്ലോപ്പ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഷെൽഫ് ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഡെൽറ്റ ഫോർമേഷൻസ് നടക്കുള്ളൂ. ഓക്കെ, എന്നിരുന്നാൽ പോലും കേരളത്തിലുള്ള ഒരു ഇൻലാൻഡ് ഡെൽറ്റയാണ് എന്ത്, പമ്പ, മണിമല, അച്ചൻകോവിൽ റിവർ സിസ്റ്റത്തിൽ കാണുന്ന ഇൻലാൻഡ് വാട്ടർ ഡെൽറ്റ എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി അതല്ലാതെ നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ എന്തില്ല, ഡെൽറ്റ ഫോർമേഷൻസ് വളരെ കുറവാണ്. ദെൻ അടുത്തത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എറോഷണൽ ആക്ടിവിറ്റി വളരെ കൂടുതലാണെന്ന്. അപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 250 കിലോമീറ്ററോളം വരുന്ന കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് എറോഷന്റെ ഭീഷണിയിലാണ്. അതായത് അത് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, കടലെടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ അതായത് ടോട്ടൽ ആയിട്ട് വരുന്ന ഏകദേശം ഒരു 560 കിലോമീറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിന്റെ ഒരു 50% എറോഷന്റെ ഭീഷണിയിലാണ്. ഓക്കെ, ഈ ഒരു ഫാക്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എവിടെയെങ്കിലും മീൻസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂ അഡീഷൻ പോയിന്റ് ആയിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്കണോമിക് സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഷിപ്പിംഗ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ
ട്രേഡ് ആക്ടിവിറ്റികൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബീച്ച്, നമ്മുടെ ടൂറിസം ആക്ടിവിറ്റികൾ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റൽ ഏരിയ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന സമയത്ത് അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, അർബൻ ഏരിയാസ് ഒരുപാട് ഇതിന്റെ ഇൻ ആൻഡ് അറൌണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആൻഷ്യൻ ടൈമിലായിക്കോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ ഫേസ് അതായത് മോഡേൺ ടൈമിലായിക്കോട്ടെ, ഈ പറയുന്ന കോസ്റ്റൽ ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫറെന്റ് ടൗണുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊച്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പണ്ടത്തെ മുസിരീസ് ആയിക്കോട്ടെ, സോ ഏതൊരു പീരീഡ് ആയി കഴിഞ്ഞാലും കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് എക്കണോമിക് സെന്റേഴ്സിന്റെ ഡെവലപ്മെന്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മേജർ ആയിട്ടുള്ള ഒരുപാട് അർബൻ സെന്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഇൻ ആൻഡ് അറൌണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ലൈക്ക് അവിടുത്തെ ഒരു അഗ്രികൾച്ചറൽ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കോക്കനട്ട് പ്ലാന്റേഷൻ, ഫിഷറീസ്, ദെൻ ലൈക്ക് പാഡി കൾട്ടിവേഷൻ, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ലൈക്ക് ഫിഷറീസിനെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം, അഗ്രികൾച്ചറൽ അലൈഡ് ആക്ടിവിറ്റി. ഓക്കെ, സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ വരുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതല്ലാത്ത ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ടെറൈൻ അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്.